നമസ്കാരം. മിത സ്റ്റോറി ടൈമിലേക്ക് സ്വാഗതം. നോവലിസ്റ്റ് നിമ്ന വിജയുടെ ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് എന്ന നോവലിലെ 19, 20, 21, 22, 23 ഭാഗങ്ങൾ കേൾക്കാം. 19. ഉറക്കെ കരയുന്ന ദേവുവിനെയും കൂട്ടി റൂമിലെത്തിയ അതിഥിയെ കണ്ട് സാക്ഷി ഞെട്ടലോടെ കാര്യം തിരക്കി. ശരണിനോട് അവനൊന്ന് പൊട്ടിക്കാൻ പറയായിരുന്നില്ലേ? അല്ലെങ്കിൽ നിനക്കൊന്ന് കൊടുക്കായിരുന്നില്ലേ? നീ എന്തു നോക്കി നിൽക്കുമായിരുന്നു? ദേവുവിൻ്റെ അടികൊണ്ട് നീര് വന്ന് ചുവന്ന കവളിൽ ഐസ് വെക്കുന്നതിനിടെ സാക്ഷി തലയിൽ കയ്യൂന്നി കരഞ്ഞുകൊണ്ടിരുന്ന അതിഥിയെ ദേഷ്യത്തോടെ കുറ്റപ്പെടുത്തി. എനിക്ക് അപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റിയില്ല. സോറി ദേവു. അതിഥി ദേവുവിനെ കെട്ടിപ്പിടിച്ചു. ഇതൊക്കെ സഹിച്ച് ഇനി ഈ റിലേഷൻ കണ്ടിന്യൂ ചെയ്യാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല. ഇതോടെ നിർത്തണം ദേവു ഈ ബന്ധം. അതിഥി കണ്ണു തുടച്ചുകൊണ്ട് ദേവുവിനെ നോക്കി അല്പം സ്ട്രോങ് ആയി പറഞ്ഞു. അല്ല, എന്തിനാ അവൻ നിന്നെ അടിച്ചത്? എൻ്റെ ക്ലാസ്സിലെ ഒരു ആൺകുട്ടിയുടെ കൂടെ ഞാൻ ബൈക്കിൽ കയറിയതിന്. ദേവു വേദന കൊണ്ട് പ്രയാസപ്പെട്ട് പറഞ്ഞു. ആഹാ, ബെസ്റ്റ്. അപ്പോൾ ഈ അടിച്ചതും സ്നേഹം കൊണ്ടായിരിക്കും അല്ലേ? ദേ വിളിക്കുന്നുണ്ട് തെണ്ടി. ഞാൻ സംസാരിക്കാം അവനോട്. ദേവുവിൻ്റെ ഫോണിൽ നിർത്താതെ വിളിച്ചുകൊണ്ടിരുന്ന അമലിൻ്റെ കോൾ സാക്ഷി അറ്റൻഡ് ചെയ്തു. എനിക്ക് ദേവുവിനോട് സംസാരിക്കണം. ഫോൺ എടുത്തത് സാക്ഷിയാണെന്ന് മനസ്സിലായപ്പോൾ അവൻ അല്പം കടുപ്പിച്ചു പറഞ്ഞു. ദേവുവും ഇല്ല, ഒരു മണ്ണാങ്കട്ടിയും ഇല്ല. നീ ആരാടാ അവളുടെ മേലെ കൈവെക്കാൻ? നിന്റെ ദേഷ്യവും ഫ്രസ്ട്രേഷനും തീർക്കാനുള്ള ഒബ്ജക്റ്റ് അല്ല അവൾ. ഒരാളുടെ മേലെ കൈവെക്കാനുള്ള ധൈര്യവും അവകാശവുമൊക്കെ നിനക്ക് എവിടുന്ന് കിട്ടി? ഇനി മേലാൽ അവളുടെ ഫോണിൽ വിളിക്കരുത്. അവൻ തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുൻപേ സാക്ഷി ഫോൺ കട്ട് ചെയ്ത് സ്വിച്ച് ഓഫ് ചെയ്തു വെച്ചു. ദേവുവിനെ അവളുടെ റൂമിൽ പോകാൻ അനുവദിക്കാതെ അതിഥി അവളുടെ ഒപ്പം കിടത്തി. സാക്ഷി രണ്ടുപേരെയും ഒരുവിധം സമാധാനിപ്പിച്ച് ഉറക്കി. ശരണിനെ വിളിച്ച് കാര്യങ്ങൾ പറഞ്ഞ് അതിഥി ഒട്ടും ഓക്കെയല്ല എന്ന കാര്യവും സൂചിപ്പിച്ച് ഒരുപാട് വൈകിയാണ് സാക്ഷി കിടന്നത്. നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും വഴക്കുണ്ടായോ? പൊതുവെ ഓഫീസിൽ വന്നാൽ തന്നോട് വഴക്കിട്ടുകൊണ്ടിരിക്കുന്ന അതിഥി കഴിഞ്ഞ 2 ദിവസമായി വലിയ മിണ്ടാട്ടമൊന്നുമില്ലാത്തതെന്താണെന്ന് ചായക്കടയിൽ വെച്ച് ശരണിനെ മാറ്റി നിർത്തി ആദി ചോദിച്ചു. ഹേയ് ഇല്ല, ഹോസ്റ്റലിൽ ചെറിയ പ്രശ്നം, അതിൻ്റെ മൂഡ് ഓഫ് ആണ്. അവളൊന്ന് ഓക്കെ ആയിട്ട് സംസാരിക്കണമെന്ന് കരുതിയാണ് ഞാനും ഒന്നും ചോദിക്കാഞ്ഞത്. ചായ ആറിയതുപോലും ശ്രദ്ധിക്കാതെ എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന അതിഥിയെ നോക്കി ശരൺ പറഞ്ഞു. നീ എന്തായാലും ഒന്ന് സംസാരിച്ച് ഓക്കെയാക്കൂ. അവളെ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ. അവളെയും വിളിച്ച് ഓഫീസിലേക്ക് നടക്കുന്നതിന് മുൻപേ ആദി ശരണിനെ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചു. നിനക്കിന്ന് ബിയർ വേണ്ടേ? സ്റ്റോറീസിലെ സ്ഥിരം പ്ലേസിൽ ഇരുന്ന് എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന അതിഥി ശരൺ 2 ഷേക്ക് പറയുന്നത് കേട്ട് ചോദിച്ചു. ഇല്ലടോ, ഒരു മൂഡില്ല. എന്തുപറ്റി? എന്തേലും പ്രശ്നമുണ്ടോ? പ്രശ്നമുണ്ട്. എനിക്കല്ല അതിഥി, നിനക്കാണ്. നീ ഒന്ന് ഓക്കെ ആയിട്ട് ചോദിക്കാമെന്ന് കരുതിയതാ ഞാൻ. പൊതുവെ എല്ലാ കാര്യത്തിലും എൻ്റെ കുട്ടി ബോൾഡാണ്. എല്ലാത്തിലും കൃത്യമായി അഭിപ്രായം പറയുന്ന പ്രതികരിക്കുന്ന നീ അന്ന് അമൽ ദേവുവിനെ അടിച്ചപ്പോൾ പെട്ടെന്ന് പകച്ചു നിന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. നിനക്ക് അടികിട്ടിയ പോലെയായിരുന്നു നിന്റെ പെരുമാറ്റം. അതിനുശേഷം ദേ ഈ നിമിഷം വരെ നീ ഓക്കെയല്ല. എന്താ പറ്റിയേ? അവൻ അവളുടെ അടുത്തേക്ക് ചേർന്നിരുന്നു കൈപിടിച്ചു. ഞാൻ മറന്നുപോയെന്ന് കരുതിയ, ഒരിക്കലും കടന്നു വരില്ലെന്ന് കരുതിയ ഒരുപാട് ഓർമ്മകൾ പെട്ടെന്ന് കടന്നു വന്നു. അവൾ മടിച്ചു പറഞ്ഞു. നല്ല തണുപ്പുള്ള AC റൂമിൽ അവളുടെ കയ്യും മുഖവും വിയർക്കുന്നത് അവൻ ശ്രദ്ധിച്ചു. കോളേജിൽ പഠിക്കുമ്പോൾ നടു റോഡിൽ വെച്ചിട്ട് എനിക്കും ഇതുപോലെ ഒരടി കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട്സുമായി ട്രിപ്പ് പോയപ്പോൾ ബസ്സിൽ നിന്നും ഡാൻസ് കളിച്ചതിന്. കോളേജിലെ പ്രണയം പലർക്കും തിരിച്ചു വരാനും ഓർമ്മിക്കാനുമൊക്കെയുള്ള നല്ല നിമിഷങ്ങളാണ്. പക്ഷേ എനിക്കത് ഞാൻ ഒരിക്കലും ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത വർഷങ്ങളാണ്. എനിക്കവനെ പേടിയായിരുന്നു. സംസാരിക്കുമ്പോൾ, നടക്കുമ്പോൾ, ഡ്രസ്സ് ഇടുമ്പോൾ. എന്തിന്, ഒരേ പരീക്ഷയിൽ എനിക്ക് അവനേക്കാൾ മാർക്ക് കൂടുതൽ കിട്ടിയാൽ വരെ എനിക്ക് പേടിയായിരുന്നു. ലയ ഒഴികെ ബാക്കി എല്ലാവരും ഇതൊക്കെയാണ് ഇഷ്ടമെന്ന് പറഞ്ഞു. എന്തെങ്കിലും വഴക്കുകയുണ്ടായാൽ ഞാൻ കൈമുറിച്ചാലോ തല കൊണ്ടുപോയി ഭിത്തിയിൽ ഇടിച്ചാലോ മാത്രമേ അത് അവസാനിക്കുകയുള്ളൂ. സ്വയം മുറിവേൽപ്പിച്ച് സ്നേഹം തെളിയിക്കണമായിരുന്നു. വീട്ടിൽ വരെ പോകാൻ അവൻ്റെ സമ്മതം വേണം. ഞാൻ ആരോട് മിണ്ടണം, എന്തൊക്കെ ചെയ്യണം, എല്ലാം അവൻ്റെ തീരുമാനം. എന്നോട് ആദ്യമായി ഇഷ്ടം പറഞ്ഞ ആളാണ് അവൻ. അതുകൊണ്ട് എത്രയൊക്കെ ഉപദ്രവിച്ചിട്ടും അവസാനിപ്പിച്ച് വരാൻ തോന്നിയില്ല. ദേവുവിനോടും ആൻറ്റിയോടുമൊക്കെ പറ്റില്ലെങ്കിൽ കളഞ്ഞു വരണം എന്ന് പറയുമ്പോഴും അതെളുപ്പമല്ല എന്നെനിക്ക് നന്നായി അറിയാം.
എത്ര അറുത്തുമാറ്റാൻ ശ്രമിച്ചാലും എവിടെയൊക്കെയോ എൻ്റേത് എന്ന ഒരു തോന്നലുണ്ടാകും. എല്ലാം ക്ഷമിക്കാൻ തോന്നും. പക്ഷേ ഒടുവിൽ എനിക്ക് വയ്യാതെയായി. പറ്റില്ലെന്ന്, എനിക്കിത് വേണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞു. ആദ്യമെല്ലാം കരഞ്ഞും കാലുപിടിച്ചും പുറകെ വന്നു. പിന്നെ അത് ഭീഷണിയായി, പകയായി, ആസിഡ് ഒഴിക്കുമെന്ന് വരെ പറഞ്ഞ് പിറകെ നടന്നിട്ടുണ്ട്. ഏതു നിമിഷവും സ്നേഹത്തിൻ്റെ പേരിൽ മരിക്കുമെന്നറിഞ്ഞ് ജീവിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ എങ്ങനെ തരണം ചെയ്തു എന്നെനിക്ക് ഇപ്പോഴും അറിയില്ല. ലയ കൂടെയില്ലായിരുന്നുവെങ്കിൽ അന്നേ ഞാൻ മരിച്ചു പോയേനെ. അമ്മു ചേച്ചിയെ നല്ല പോലെ നോക്കണമെന്ന് കണ്ണൻ പറഞ്ഞതിൻ്റെ അർത്ഥം മുഴുവനായി ഇപ്പോഴാണ് ശരണിന് മനസ്സിലായത്. അന്ന് അവൻ ദേവുവിനെ അടിച്ചപ്പോൾ എനിക്കെന്നെ ഓർമ്മ വന്നു. മറക്കാനാഗ്രഹിച്ച വേദനയുടെ 1000 ഓർമ്മകൾ സൂചി പോലെ മനസ്സ് മുഴുവൻ തുളഞ്ഞുകയറി. ആ ഓർമ്മകളെക്കാളേറെ എന്നെ വേദനിപ്പിച്ചത് എനിക്ക് അവൾക്ക് വേണ്ടി ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന കുറ്റബോധമാണ്. അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു. എൻ്റെ അതിഥി, നീ ഇങ്ങനെ സ്വയം കുറ്റപ്പെടുത്താതെ. അവൻ അവളെ അടിക്കുന്നതിന് മുൻപേ നീ അങ്ങോട്ട് പോകാനിരുന്നതാണ്. അവരുടെ കാര്യം അവർ സംസാരിച്ച് തീർക്കട്ടെ എന്നു കരുതി ഞാനാണ് അതിന് സമ്മതിക്കാതെയിരുന്നത്. അവൻ അത്രയും ചെയ്യുമെന്ന് ഞാനും കരുതിയില്ല. ഇതിൽ നിന്റെ തെറ്റൊന്നുമില്ല. അവൻ കണ്ണീരു പടർന്ന അവളുടെ മുഖം 2 കൈകൊണ്ടും പിടിച്ചുയർത്തി. ദേ നോക്ക്, നാളെ നീ നാട്ടിൽ പോകും. പിന്നെ ഒരാഴ്ച കഴിഞ്ഞേ വരൂ. ഇവിടുന്ന് ഇങ്ങനെ വിഷമിച്ചു പോയാൽ എനിക്കെന്ത് സമാധാനമാണ് ഉണ്ടാവുക? നീ ഇവിടുന്ന് ഹാപ്പിയായിട്ട് പോകണം. അവിടെ പോയി എല്ലാവരെയും കണ്ട് നല്ല കുട്ടിയായി തിരിച്ചു വരണം. പിന്നെ ചില മുറിവുകൾ ഉണങ്ങാൻ ഒരുപാട് സമയമെടുക്കും. അതിൽ നിന്ന് പുറത്തു വരാൻ നമ്മൾ ശ്രമിച്ചു കൊണ്ടിരിക്കുമ്പോൾ ചിലപ്പോൾ മറ്റൊരാളെ സഹായിക്കാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല. നമ്മളൊക്കെ മനുഷ്യന്മാരല്ലേടോ. എല്ലാത്തിനും അതിൻ്റേതായ സമയമെടുക്കും. എൻ്റെ കുട്ടി ഇങ്ങനെ വിഷമിക്കരുത്. ദേ, ആദി പറയുന്നത് നീ ഇങ്ങനെ വിഷമിച്ച് നടക്കുന്നത് ഞാൻ കാരണമാണെന്നാ. നീ എനിക്ക് അവൻ്റെ കയ്യിൽ നിന്ന് അടി വാങ്ങി തരുമോ? അവൻ ഇതൊക്കെ എപ്പോൾ പറഞ്ഞു? അതിഥി അതിശയത്തോട് ചോദിച്ചു. എടോ, നീ കാണുന്നില്ല എന്നേയുള്ളൂ. നിന്റെ ചുറ്റുമുള്ളവർക്കെല്ലാം നിന്നോട് അത്ര ഇഷ്ടമാണ്. ദേ എനിക്കും. അവൻ അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ചു. മനസ്സില്ലാ മനസ്സോടെയാണ് പിറ്റേന്ന് വൈകുന്നേരം സാക്ഷിയോടും ദേവുവിനോടും യാത്ര പറഞ്ഞ് അതിഥി റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. അശ്വിനി അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായേനെ എന്ന് അവൾക്ക് തോന്നി. ഈ ഓർക്കിഡും പിടിച്ച് ഞാൻ എങ്ങനെയാടോ ട്രാവൽ ചെയ്യുന്നേ? അച്ഛൻ വിളിക്കാൻ വരുമ്പോൾ ഇത് എവിടുന്നാണെന്ന് ചോദിച്ചാൽ ഞാൻ എന്തു പറയും? അവൻ കൊണ്ടുവന്ന വെള്ള ഓർക്കിഡ് പൂക്കൾ സീറ്റിൽ വെച്ച് യാത്ര പറയാൻ ഡോറിനടുത്തേക്ക് വന്നപ്പോൾ അവൾ ചോദിച്ചു. എനിക്കറിയില്ല, പക്ഷെ ഇത് കാണുമ്പോൾ നീ എന്നെ ഓർക്കുമല്ലോ. എനിക്ക് നിന്നെ ഓർക്കാൻ ഈ ഓർക്കിഡ് പൂക്കൾ വേണമെന്നാണോ നീ കരുതുന്നത്? അവൾ അവൻ്റെ ചെവിയിൽ നുള്ളി. അങ്ങനെയല്ലടോ, ഇതെൻ്റെ ഒരു സന്തോഷം. നീ എന്നെ മിസ് ചെയ്യില്ലേ? എൻ്റെ പൊന്നതിഥി, നീ എന്നെ അത് ഓർമ്മിപ്പിക്കരുത്. നീ ഇല്ലാതെ എങ്ങനെയാണ് ഒരാഴ്ച തള്ളി നീക്കുന്നത് എന്ന് പോലും എനിക്കറിയില്ല. 1000 വട്ടം പോകണ്ട എന്ന് പറയാൻ മനസ്സ് പറയുന്നുണ്ട്. പക്ഷേ ഞാനിതൊക്കെ പറഞ്ഞ് നിന്നെ വിട്ടാൽ നിനക്കൊരു സമാധാനമുണ്ടാകില്ല. എവിടെ പോയാലും നീ എന്നെ ഓർത്തിരിക്കും. ഞാൻ നിന്നെ മിസ് ചെയ്യും എന്നത് ശരിയാണ്. പക്ഷെ അതുതന്നെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിനക്കും വിഷമമാവും. നമുക്കെല്ലാവരും വേണ്ടേ? ഫ്രണ്ട്സും ഫാമിലിയും ഞാനും നീയും എല്ലാം. അതുകൊണ്ട് അവിടെ പോയി അടിച്ചു പൊളിച്ചിട്ട് വാ. ചിറ്റയോടും കണ്ണനോടും എൻ്റെ അന്വേഷണം പറയണം. സമയം കിട്ടുമ്പോൾ ഇടയ്ക്ക് വിളിക്കണം. ഉള്ളിലെ വിഷമം പരമാവധി പുറത്തു കാണിക്കാതിരിക്കാൻ അവൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. ട്രെയിൻ ചെറുതായി നീങ്ങി തുടങ്ങിയപ്പോൾ അവളുടെ കയ്യിൽ അമർത്തി ചുംബിച്ച് അവൻ കൈവീശി യാത്ര പറഞ്ഞു. പിന്നെ ദേവുവിൻ്റെ കാര്യമോർത്ത് വിഷമിക്കണ്ട, അവളെ ഞാൻ നോക്കാം, അവൻ വിളിച്ചു പറഞ്ഞു. അവൻ കാഴ്ചയിൽ നിന്നും മറഞ്ഞപ്പോൾ പെട്ടെന്ന് അവൾക്ക് കണ്ണു നിറഞ്ഞു. ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിക്കണമെന്ന് തോന്നി. അവൻ്റെ ചിരി, മണം, ചേർത്തു നിർത്തലുകൾ, അതിനെല്ലാം ലോകത്ത് മറ്റെന്തിനേക്കാളും വിലയുള്ള പോലെ. അതെ, നമുക്ക് വേണ്ടി കാത്തിരിക്കാൻ, നമ്മെക്കുറിച്ച് ഓർക്കാൻ, സ്നേഹിക്കാൻ ഒരാൾ ഉണ്ടാവുക എന്നതിന് പകരം വെക്കാൻ കഴിയുന്ന സന്തോഷം മറ്റെന്താണുള്ളത്? പിറ്റേന്ന് രാവിലെ 8 മണിയോടെ ട്രെയിൻ കണ്ണൂരെത്തി. എപ്പോഴത്തെയും പോലെ സ്റ്റേഷനിൽ അച്ഛൻ അവളെയും കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഈ കാത്തിരിപ്പാണ് എല്ലാ മടങ്ങി വരവുകൾക്കും അർത്ഥം നൽകുന്നത് എന്ന് അവൾക്ക് തോന്നി. ഇതെന്താ അമ്മു, കയ്യിൽ പൂവൊക്കെയായിട്ട്? ബാംഗ്ലൂരിൽ നീ പൂക്കച്ചവടം തുടങ്ങിയോ? അച്ഛൻ കയ്യിലെ ബാഗ് വാങ്ങുന്നതിനൊപ്പം പൂക്കൾ കൂടെ വാങ്ങി കയ്യിൽ പിടിച്ചു. ട്രെയിനിൽ നിന്ന് വാങ്ങിയതാ, നല്ല ഭംഗിയില്ലേ? നമുക്ക് വീട്ടിൽ വെക്കാം. ഇനി വരുന്ന ദിവസങ്ങളിൽ പറയാൻ പോകുന്ന 1000 കള്ളങ്ങളുടെ തുടക്കം എന്നോണം അവൾ പറഞ്ഞു. ഞാൻ വരുന്നുണ്ടെന്നറിയുന്നത് കൊണ്ടാണോ എല്ലാവരും സ്ഥലം വിട്ടത്? ഓട്ടോ പിടിച്ച് വീട്ടിലെത്തിയപ്പോൾ ആരെയും കാണാത്തതിനാൽ അല്പം വിഷമത്തോടെ അവൾ ചോദിച്ചു. എൻ്റെ അമ്മു, നീ ഇനി ഇതും പറഞ്ഞ് അമ്മയോട് വഴക്കിടാൻ നിൽക്കണ്ട. ചെറിയച്ഛൻ്റെ വീട്ടിൽ ഒരുപാട് വിരുന്നുകാർ വരുന്നതല്ലേ. പിന്നെ എന്തൊക്കെയോ പണികൾ ബാക്കിയുണ്ട്. അമ്മയും അപ്പവും അവിടെയാണ്. ഞാനും അങ്ങോട്ട് പോവുക. നീ കുളിച്ചിട്ട് അങ്ങോട്ട് വാ.
വീട്ടിലെത്തിയ കാര്യം ശരണിനെയും സാക്ഷിയെയും വിളിച്ചു പറഞ്ഞ് കിണർ വെള്ളത്തിൽ നന്നായൊന്ന് കുളിച്ചു. അലമാരിയിൽ നിന്നും പഴയൊരു ജീൻസും ടോപ്പും എടുത്തിട്ട് അവൾ ചെറിയച്ഛൻ്റെ വീട്ടിലേക്ക് നടന്നു. ആരാണ്, പറയാമോ? അടുക്കളയിൽ സാമ്പാറിന് കഷ്ണങ്ങൾ അരിഞ്ഞുകൊണ്ടിരുന്ന ചിറ്റയുടെ കണ്ണ് അവൾ പുറകിൽ നിന്നും പൊത്തിപ്പിടിച്ചു. അമ്മു, നീ എപ്പോൾ ലാൻഡ് ചെയ്തു? ചിറ്റ സന്തോഷത്തോടെ അവളെ ചേർത്ത് പിടിച്ചു. ഇത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ചോ? അവൾ നിരാശയോടെ മുഖം ചുളിച്ചു. നീ അല്ലാതെ ഇവിടെ ആരാണമ്മോ എൻ്റെ അടുത്ത് ഇതൊക്കെ ചെയ്യാൻ? ഞാൻ ഇതൊന്ന് തീർത്തിട്ട് വരാം, നമുക്കൊന്നിരിക്കണം, എനിക്ക് കുറച്ചു കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. ചിറ്റ വേഗത്തിൽ കഷ്ണങ്ങൾ അരിഞ്ഞു. നിനക്ക് ഇതല്ലാതെ വേറെ ഒന്നും ഇടാൻ കിട്ടിയില്ലേ അമ്മു? ഇത്രയും ആളുകളുള്ളതല്ലേ, അലമാരിയിൽ എന്തോരം ചുരിദാറുണ്ട്, അതിലേതെങ്കിലും ഇട്ടാൽ പോരെ? ചിറ്റയുമായി സംസാരിച്ചു നിന്ന് അവളെ കണ്ടപാടെ അമ്മ ചോദിച്ചു. അമ്മയ്ക്ക് ഈ വയർ കാണുന്ന സാരിയല്ലാതെ വേറൊന്നും കിട്ടിയില്ലേ ഉടുക്കാൻ? അവളും വിട്ടുകൊടുത്തില്ല. നീ ഇങ്ങനെ മൂത്തവരോട് തർക്കുത്തരം പറഞ്ഞ് നടന്നോ? കഴിക്കാനൊന്നും വേണ്ടേ നിനക്ക്? വാ, ഞാൻ ഭക്ഷണം എടുത്തു തരാം. അമ്മ അവളെയും വലിച്ച് അടുക്കളയിലേക്ക് നടന്നു. ഒരുപാട് നാളുകൾക്ക് ശേഷമുള്ള കണ്ടുമുട്ടലായതിനാൽ കുടുംബക്കാരുടെ വിശേഷങ്ങൾ പറഞ്ഞ അവൾക്ക് മതിയായി. വീടെല്ലാം ചുറ്റിക്കണ്ട് പിള്ളേരുടെ കൂടെ കുറച്ചു നേരം കളിച്ചു. അടുക്കളയിൽ കയറി ചെറുതായി സഹായിച്ചു. പെയിൻ്റടിച്ച ചുമരിൽ ചാരി നിന്ന് ഡ്രസ്സിൽ മുഴുവൻ പെയിൻ്റാക്കിയതിന് അച്ഛനോട് ചീത്തയും കേട്ട് ചെറിയൊരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ അവൾ മാറി നിന്ന് ശരണിനെ വിളിച്ചു. അവനോട് വിശേഷങ്ങൾ പറയുന്നതിനിടയ്ക്കാണ് ചിറ്റ കയറി വന്നത്. സംസാരിക്കുവാണെങ്കിൽ നടക്കട്ടെ, ഞാൻ ശല്യം ചെയ്യുന്നില്ല. ഹേ, അതൊന്നുമില്ല, ഞാൻ വെറുതെ ഇരുന്നപ്പോൾ വിളിച്ചതാ. അവൾ പിന്നെ വിളിക്കാമെന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. നിനക്കിപ്പോൾ തന്നെ ഇവിടെ ബോറടിച്ചോ അമ്മോ? ചിറ്റ മുകളിലത്തെ സിറ്റൗട്ടിലുണ്ടായ പൊടി ഷാൾ കൊണ്ട് തുടച്ച് അവിടെ ഇരുന്നു. എനിക്കറിയില്ല, പണ്ടൊക്കെ കുടുംബത്തിലൊരു വിശേഷമുണ്ടാകുമ്പോൾ വലിയ സന്തോഷമായിരുന്നു. പുതിയ ഡ്രസ്സ് എടുക്കാം, എല്ലാവരെയും കാണാം, കുറേ പലഹാരങ്ങൾ, കളിക്കാൻ കസിൻസ്, ബഹളം, എല്ലാം ഒരു ആഘോഷം പോലെയായിരുന്നു. പക്ഷെ വലുതാകുമ്പോൾ അതിലൊന്നും ഒരു സന്തോഷം കിട്ടാത്ത പോലെ തോന്നുന്നു. ഇവിടെ വന്നാൽ അമ്മായിമാരുടെ വക കുറച്ച് ബോഡി ഷേമിങ്, കല്യാണമായില്ലേ എന്ന ചോദ്യം, അമ്മയുടെ വക അത് ചെയ്യരുത് ഇത് ചെയ്യരുത് എന്ന താക്കീത്, പിന്നെ പണ്ട് ഓടി നടന്ന് കളിച്ചുകൊണ്ടിരുന്ന എല്ലാവരും ഫോണിൻ്റെ മുന്നിലും. ഞാനിപ്പോൾ എൻ്റേതല്ലാത്ത ഒരു സ്ഥലത്ത് വന്നിരിക്കുന്ന ഫീലാണ് എനിക്ക്. പിന്നെ ഒരു ചടങ്ങ് പോലെ വരും, തല കാണിച്ചു പോകും. ഇടയ്ക്ക് തോന്നും കുട്ടിയായിരുന്നാൽ മതിയായിരുന്നുവെന്ന്. ഒന്നും അറിയണ്ട, ഒന്നും മനസ്സിലാക്കാനും കഴിവില്ല. അപ്പോൾ എല്ലാം നല്ലതായി തോന്നും. എല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെയൊക്കെ തന്നെ ആവും അമ്മോ. പിന്നെ ഇതാണ് ജീവിതമെന്ന് കരുതി നമ്മളങ്ങ് അഡ്ജസ്റ്റ് ആവും. ചിറ്റയ്ക്കും മടുപ്പ് തോന്നാറുണ്ടോ? എനിക്ക് മടുപ്പ് തോന്നിയിട്ട് എന്തു കാര്യം? സ്വന്തം വീട്ടിലെ അനിയൻ്റെ കല്യാണത്തിനു വരെ വിരുന്നുകാരിയെ പോലെയാണ് ഞാൻ കയറി ചെന്നത്. കെട്ടിച്ചു വിട്ടാൽ പിന്നെ ഭർത്താവിൻ്റെ വീടാണ് നമുക്ക് സ്വന്തം എന്നാണ് ചെറുപ്പം മുതലേ പഠിപ്പിച്ചു വെക്കുക. പക്ഷേ അവിടെയുള്ളവർക്ക് നമ്മൾ പുറത്തുനിന്ന് വന്നവരാണ്. ഏതാണ് സ്വന്തമെന്ന് പോലും ഉറപ്പില്ലാത്ത ആളാണ് ഞാൻ. അതുകൊണ്ട് എവിടെ പോയാലും അതിനനുസരിച്ച് നമ്മളങ്ങ് മാറും. നമുക്കിഷ്ടമുണ്ടോ മടുപ്പുണ്ടോ എന്നൊക്കെ ആരാണ് അമ്മു അന്വേഷിക്കുന്നത്? ഇപ്പോൾ അമ്മയുടെ ജീവിതത്തിൽ അമ്മ ഹാപ്പിയാണോ എന്ന് നീ എപ്പോഴെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? ഇനി അല്ലെങ്കിൽ തന്നെ അവരത് സമ്മതിച്ചു തരാനും പോണില്ല. എന്നാലല്ലേ മക്കളെയും ഇതുപോലെ സന്തോഷമുള്ള ജീവിതം സ്വപ്നം കണ്ട് ഇറക്കിവിടാൻ കഴിയൂ. ഒരുവിധം എല്ലാ സ്ത്രീകൾക്കും സ്വന്തം മനസാക്ഷിയോട് വരെ സത്യസന്ധരായിരിക്കാൻ പേടിയാണ്. എന്താണ് നാത്തൂനും ചിറ്റയും കൂടെ ഒരു കുശലം പറച്ചിൽ? എല്ലാവരും ഭക്ഷണം കഴിച്ച ശേഷം ഒടുവിൽ ഭക്ഷണം കഴിച്ച് പാത്രങ്ങൾ എല്ലാം കഴുകി വെച്ച് ഒന്ന് ഫ്രീ ആയപ്പോൾ അമ്മായി മുകളിലോട്ട് കയറി വന്നു. ഞാനിവളുടെ ബാംഗ്ലൂർ വിശേഷം തിരക്കുകയായിരുന്നു. ചിറ്റ കാലുമാറ്റി അമ്മായിക്ക് ഇരിക്കാൻ സ്ഥലം നൽകി. കണ്ണൻ പറഞ്ഞല്ലോ അമ്മോ അവിടെ അടിച്ചു പൊളിക്കാണെന്ന്. അടുത്ത തവണ ഞാനും വരാം അവൻ്റെ കൂടെ. ഈ അടുക്കളയിൽ കിടന്ന് എനിക്ക് മടുത്തു. ഒരു മാറ്റമൊക്കെ വേണ്ടേ? ഓ അതിനെന്താ അമ്മായി, അമ്മായിയും അമ്മാവനും കൂടെ വാ. പറഞ്ഞ പോലെ കണ്ണനെ കണ്ടില്ലല്ലോ, അവനെവിടെ? അവൻ്റെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ട് ഇന്നലെ. അവർക്കെന്തോ പ്രോജക്റ്റ് ഉണ്ടത്രേ, അതിൻ്റെ പണിയിലാ. പഠിത്തം കഴിഞ്ഞ് ജോലി നോക്കുന്ന അവൻ എന്ത് പ്രോജക്റ്റ്? ഞാനൊന്ന് അവനെ കണ്ടിട്ട് വരാം, നിങ്ങൾ സംസാരിച്ചിരിക്കുകയും. അവൾ ഫോണെടുത്ത് താഴേക്കിറങ്ങി. കുടുംബക്കാരുടെ എല്ലാം വീട് അടുത്തടുത്തായതുകൊണ്ട് എന്ത് വിശേഷമുണ്ടായാലും എല്ലാവരും ഒരുമിച്ചു കാണും. പണ്ടൊക്കെ ഇതിലെ എത്ര ഒളിച്ചു കളിച്ചിട്ടുള്ളതാണെന്ന് വാഴത്തോപ്പിലൂടെ കണ്ണൻ്റെ വീട്ടിലേക്ക് നടക്കുമ്പോൾ അവൾ ഓർത്തു. കേരളത്തിലെ ഒട്ടുമിക്ക എല്ലാ വീടുകളിലെയും പോലെ ചവിട്ടിക്കുള്ളിൽ തന്നെയാണ് കാലങ്ങളായി ഇവിടെയും വീടിൻ്റെ ചാവി വെക്കുന്നത്. അവൾ ചാവിയെടുത്ത് ഡോർ തുറന്ന് കണ്ണനെ നീട്ടി വിളിച്ചു. മുകളിലെ അവൻ്റെ റൂമിൽ ഉച്ചത്തിൽ പാട്ട് വെച്ചതിനാൽ വിളിച്ചിട്ട് കാര്യമില്ലെന്ന് തോന്നിയപ്പോൾ അവൾ മുകളിലേക്ക് കയറി ചെന്ന് ഡോർ തള്ളി തുറന്നു. കട്ടിലിൽ പരസ്പരം ചേർത്ത് പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ടിരുന്ന കണ്ണനെയും നിഹാലിനെയും കണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ ഒരു നിമിഷം സ്തംഭിച്ചു നിന്നു. പെട്ടെന്ന് എന്തോ ഓർത്തിട്ടെന്ന പോലെ വാതിൽ അതേപോലെ വലിച്ചടച്ച് വേഗത്തിൽ പടികളിറങ്ങി. അമ്മു ചേച്ചി, ഒരു മിനിറ്റ് ഒന്ന് നിൽക്ക്, ഞാനൊന്നു പറയട്ടെ.
കണ്ണൻ ധൃതിയിൽ ഷർട്ടെടുത്തിട്ട് അവൾക്ക് പിറകെ ഓടി. അവളെ തടഞ്ഞു നിർത്തി മുൻവശത്തെ ഡോറിന് ചാരി നിന്നു. കണ്ണാ, നീ എൻ്റെ അടുത്ത് ഇതിനെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ലല്ലോ. ആ ഷോക്ക് മാറാതെ സംശയത്തോടെ അതിഥി ചോദിച്ചു. ചേച്ചി വാ, ഇവിടെ ഇരിക്കെ, എന്നിട്ട് ഞാൻ പറയുന്നത് ഒന്ന് കേൾക്ക്. അവൻ അവളെ പിടിച്ച് സോഫയിൽ ഇരുത്തി. എനിക്ക് അവനെ ഇഷ്ടമാണ്, അവന് എന്നെയും. വെറുതെ തമാശയ്ക്കോ സമയം കളയാനോ വേണ്ടിയല്ല. വി ആർ ഇൻ ലവ്. എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇയർ മുതൽ തുടങ്ങിയ ബന്ധമാണ്. ഇപ്പോൾ 4 വർഷമായി. എനിക്ക് അവനില്ലാതെ പറ്റില്ല ചേച്ചി. എനിക്കിത് ആരോടും പറയാനുള്ള ധൈര്യമില്ലായിരുന്നു. മറ്റുള്ളവർ എങ്ങനെയെടുക്കും എന്നെനിക്കറിയില്ല. കണ്ണാ, നീ എൻ്റെ അടുത്ത് ഇതൊന്നും വിശദീകരിക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് അറിഞ്ഞപ്പോൾ എനിക്കെന്തോ അത് ഉൾക്കൊള്ളാൻ പറ്റിയില്ല, അത്രയുള്ളൂ. അമ്മാവനും അമ്മായിക്കും അറിയോ ഈ കാര്യം? അവരറിഞ്ഞ എങ്ങനെ പ്രതികരിക്കുമെന്ന് ചേച്ചിക്കറിയാലോ. എനിക്ക് പേടിയാ പറയാൻ. ചേച്ചി ഇതാരോടും പറയരുത് പ്ലീസ്. അവൻ അതിഥിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. ബാംഗ്ലൂർ വന്നപ്പോൾ ചേച്ചിയോട് എല്ലാം പറയാമെന്ന് അവൻ പറഞ്ഞതാ. ഞാനാ പറഞ്ഞത് വേണ്ടാന്ന്. ചേച്ചി എങ്ങനെ എടുക്കും എന്നറിയില്ലല്ലോ. നിഹാൽ കുറ്റബോധത്തോടെ അല്പം മാറി നിന്നുകൊണ്ട് പറഞ്ഞു. കണ്ണാ, നീ എപ്പോഴും എൻ്റെ അനിയനാണ്. നിനക്കൊരു ഗേ റിലേഷൻഷിപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് നിന്നോടുള്ള സ്നേഹത്തിൽ മാറ്റമൊന്നും വരില്ല. ഞാനിത് ആരോടും പറയില്ല. പക്ഷേ ഇവിടെ ആരെങ്കിലും അറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. അതിനൊരവസരം കൊടുക്കണ്ട. അവരെ രണ്ടുപേരെയും സമാധാനിപ്പിച്ചു. അന്ന് രാത്രി മുഴുവൻ അതിഥി ആലോചിച്ചത് കണ്ണനെക്കുറിച്ചാണ്. സ്കൂളിൽ പഠിക്കുമ്പോൾ നിനക്കൊന്ന് പ്രണയിക്കാൻ പോലുമുള്ള ധൈര്യമില്ലേടോ എന്ന് എത്രയോ തവണ അവനെ കളിയാക്കിയതിൽ അവൾക്ക് കുറ്റബോധം തോന്നി. അമ്മോ, നിനക്ക് ഒരു 2 ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോയാൽ പോരെ? ഇവിടുത്തെ പരിപാടികളുടെ തിരക്കിൽ നിന്നെ ഒന്ന് കാണാൻ പോലും കിട്ടിയിട്ടില്ല. വീട്ടുതാമസമെല്ലാം കഴിഞ്ഞ് രാത്രി ബാഗ് പാക്ക് ചെയ്തുകൊണ്ടിരുന്ന അതിഥിക്കരികെ അമ്മ അല്പം വിഷമത്തോടെ വന്നിരുന്നു. എനിക്ക് ലീവ് ഇല്ലാഞ്ഞിട്ടല്ലേ അമ്മേ? അടുത്ത തവണ വരുമ്പോൾ കുറേ ദിവസം നിൽക്കാം പോരെ? അടുത്ത തവണ വരുമ്പോൾ അങ്ങനെ നിന്നാൽ മാത്രം പോരാ, നമുക്ക് നിന്റെ കല്യാണം നോക്കണം. അതെ, ചേച്ചിയുടെ കല്യാണത്തിന് എനിക്കെൻ്റെ ഫ്രണ്ട്സിനെല്ലാം വിളിക്കാനുള്ളതാ. അപ്പു ഇടയ്ക്ക് കയറി പറഞ്ഞു. ഫ്രണ്ട്സാണോ അതോ ഗേൾ ഫ്രണ്ടാണോ? നിന്റെ ഇൻസ്റ്റാഗ്രാം ഫോട്ടോസൊന്നും ആരും കാണുന്നില്ല എന്നാണോ വിചാരം? അതിഥി ട്രാവലർ ബാഗ് പാക്ക് ചെയ്ത് മാറ്റിവെച്ചു. ചേച്ചിക്ക് മഞ്ഞപ്പിത്തമുള്ളത് കൊണ്ടെല്ലാം മഞ്ഞയായിട്ടേ കാണൂ. അതെൻ്റെ ഫ്രണ്ടാണ്. അപ്പു മുഖം വീർപ്പിച്ച് മുറിയിൽ നിന്നിറങ്ങിപ്പോയി. അമ്മോ, ഇന്നലെ പരിപാടിക്ക് വന്ന ഒരു കൂട്ടർ ചോദിച്ചു നിന്നെ. നമുക്കത് ആലോചിച്ചാലോ? അമ്മ, എനിക്കൊരു 6 മാസം സമയം താ. അടുത്ത തവണ വരുമ്പോൾ ഞാൻ തന്നെ ചെക്കനെയും കൊണ്ടുവരാം. അയ്യടാ, അങ്ങനെ നീ കൊണ്ടുവരുന്ന ചെക്കനെയൊന്നും ഞങ്ങൾ സമ്മതിക്കില്ല. ഞങ്ങൾ തീരുമാനിക്കും, നീ വന്ന് കെട്ടിയാൽ മതി. ഈ കാര്യത്തിൽ ഒരുപാട് സംസാരിച്ചാൽ അതൊരു വലിയ വഴക്കിൽ കലാശിക്കുമെന്ന് നല്ല ഉറപ്പുള്ളതിനാൽ അവൾ കൂടുതലൊന്നും പറഞ്ഞില്ല. പിന്നെ ശരണിനെ കൊണ്ടുവന്ന് മുന്നിൽ നിർത്തിയാൽ ചോക്ലേറ്റ് സിനിമയിൽ പറയുന്ന പോലെ അമ്മ വിളക്കെടുക്കും എന്നവൾക്ക് ഉറപ്പായിരുന്നു. അതൊന്നുമില്ലെങ്കിലും മറ്റുള്ളവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാനുള്ള ശരണിൻ്റെ കഴിവിൽ അവൾക്ക് നല്ല വിശ്വാസമുണ്ട്. അന്നത്തെ സംഭവത്തിന് ശേഷം തൻ്റെ കണ്ണിൽപ്പെടാതെ മാറി നടക്കുന്ന കണ്ണനെ വീട്ടിൽ പോയി കണ്ട് യാത്ര പറഞ്ഞാണ് അവൾ പിറ്റേന്ന് ബാംഗ്ലൂരിലേക്ക് തിരിച്ചത്. 20 രാവിലെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കാത്ത് ഓർക്കിഡ് കിട്ടാതെ വിഷമിച്ചു നിന്ന ശരണിനെ കണ്ടപ്പോൾ അവൾക്ക് ചിരി വന്നു. അവൾ ഓടിപ്പോയി അവനെ കെട്ടിപ്പിടിച്ചു. തൻ്റെ എല്ലാ സന്തോഷങ്ങളും പൂർണ്ണമാകുന്നത് അവൻ്റെ നെഞ്ചിലെ ചൂടിലാണെന്ന് അവൾക്ക് തോന്നി. വീടായി മാറുന്ന ചില മനുഷ്യരുണ്ട്. സന്തോഷങ്ങൾക്കും സങ്കടങ്ങൾക്കും വഴക്കുകൾക്കുമൊക്കെ ഒടുവിൽ നമുക്ക് നമ്മളായി ഇരിക്കാൻ കഴിയുന്ന സ്നേഹവും സംരക്ഷണവും ഒരുപോലെ ലഭിക്കുന്ന ചിലയിടങ്ങൾ. ബൈക്കിൽ അവനെ കെട്ടിപ്പിടിച്ച് ചേർന്നിരിക്കുമ്പോൾ എന്തോ അവൾക്ക് വെറുതെ കണ്ണു നിറഞ്ഞു. ദേവു എവിടെ? ഹോസ്റ്റലിൽ എത്തിയപാടെ ബാഗെല്ലാം അലക്ഷ്യമായി കട്ടിലിലേക്ക് വലിച്ചെറിഞ്ഞ് ഉറക്കമാറാതെ വീണ്ടും കിടക്കാൻ പോയ സാക്ഷിയെ കുലുക്കി വിളിച്ച് അവൾ ചോദിച്ചു. അവളുടെ റൂമിൽ കാണും. പക്ഷെ നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട. ഇവിടെ കുറച്ച് സംഭവങ്ങൾ ഉണ്ടായി. അതിൻ്റെ ബാക്കിയുള്ള കരച്ചിലും പരിപാടികളും ഒക്കെയായി ഒരുവിധം കഷ്ടപ്പെട്ടാണ് ഞാൻ ഇന്നലെ അവളെ ഉറക്കിയത്. കുറച്ചു നേരം കൂടെ കിടന്നോട്ടെ. ഞാനും ലേറ്റായാണ് ഉറങ്ങിയത്. നീ എന്നെയും ശല്യം ചെയ്യരുത്. ഓഫീസിൽ പോയിട്ട് വൈകുന്നേരം വാ, എല്ലാം വിശദമായി പറയാം. അവൾക്ക് തിരിച്ചൊരു ചോദ്യത്തിന് ഇടം കൊടുക്കാതെ സാക്ഷി പുതപ്പ് തലവഴി മൂടി. ഇനി അവളോട് പ്രത്യേകിച്ചൊന്നും ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് അറിയുന്നതിനാൽ അതിഥി കുളിച്ചു റെഡിയായി ഓഫീസിലേക്ക് ഇറങ്ങി. കഴിഞ്ഞ ദിവസത്തെ ഒരുപാട് പെൻഡിങ് വർക്കുകൾ ഉണ്ടായതിനാൽ ലഞ്ച് ടൈമിൽ കണ്ടതല്ലാതെ ആദിയോടും ഗീതു ചേച്ചിയോടും ഒന്നും കാര്യമായി സംസാരിക്കാൻ കഴിഞ്ഞില്ല. ഓഫീസിൽ നിന്നിറങ്ങാൻ 8 മണി കഴിഞ്ഞതിനാൽ ശരണിനോട് കാത്തു നിൽക്കേണ്ടെന്ന് പറഞ്ഞ് അവൾ ഹോസ്റ്റലിലേക്ക് ഓട്ടോ വിളിച്ചു. റൂമിൽ കയറാതെ അവൾ നേരെ ദേവുവിൻ്റെ മുറിയിലെത്തി വാതിലിൽ കൊട്ടി. ഇതെന്ത് കോലമാണ് ദേവു? നീ ഇന്ന് കോളേജിൽ പോയില്ലേ? ക്ഷീണിച്ച് അവശയായ ദേവുവിൻ്റെ മുഖം പിടിച്ചുയർത്തി അതിഥി ചോദിച്ചു. എനിക്ക് പേടിയാ ചേച്ചി, അവൻ എന്നെ കൊല്ലും. അവൾ അതിഥിയെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. കൊല്ലാനോ? നീ എന്താ പറയുന്നേ? അതിഥിക്ക് കാര്യം മനസ്സിലായില്ല.
അവനുമായി ഇനി ഒരു ബന്ധത്തിനും താല്പര്യമില്ലെന്ന് ഞാൻ ഉറപ്പിച്ചു പറഞ്ഞു. ആദ്യം 2 ദിവസം ഒരുപാട് കരഞ്ഞും മാപ്പ് പറഞ്ഞുമൊക്കെ വന്നു. ഇനി ഇതൊന്നും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞു. ഞാനില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് കൈയൊക്കെ മുറിച്ചു കാണിച്ചു. എന്നിട്ടും എൻ്റെ തീരുമാനത്തിൽ മാറ്റമില്ല എന്നു കണ്ടപ്പോൾ കൊല്ലും, ആസിഡ് ഒഴിക്കുമെന്നൊക്കെ പറഞ്ഞാ നടക്കുന്നത്. അങ്ങനെ അവനെ തെച്ചിട്ട് ഞാൻ സന്തോഷമായി ജീവിക്കണ്ട എന്ന് പറഞ്ഞാണ് ബഹളം. കഴിഞ്ഞ ദിവസം അവൻ ഹോസ്റ്റലിൻ്റെ മുന്നിൽ വന്ന് കുറേ എന്നെ ചീത്ത വിളിച്ചു. വാർഡൻ പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോഴാണ് പോയത്. അവന് വാശിയാ. ചേച്ചി പറഞ്ഞാൽ പറഞ്ഞതു ചെയ്യും. ഇത്രയും നടന്നിട്ടും നിങ്ങളെന്താ എന്നോടൊരു വാക്ക് പറയാഞ്ഞത്? ഞാനാ ശരൺ ചേട്ടനോടും സാക്ഷി ചേച്ചിയോടും പറഞ്ഞത് ഒന്നും പറയണ്ട എന്ന്. നാട്ടിൽ പോയിട്ട് കുറച്ച് സമാധാനത്തോടെ ഇരുന്നോട്ടെ എന്ന് കരുതി. ദേവു, നീ പേടിക്കാതെ, നമുക്ക് എന്തെങ്കിലും വഴിയുണ്ടാക്കാം. പിന്നെ ഈ പറയുന്ന പോലെ കൊല്ലാനുള്ള ധൈര്യമൊന്നും അവനില്ല. ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവർ ഒരിക്കലും അത് ചെയ്യത്തുമില്ല. അവനും ഇല്ലേ കുടുംബം? എന്തോർത്തില്ലെങ്കിലും അവൻ അതോർക്കും. പക്ഷെ അവനെ പേടിച്ച് നമുക്ക് ജീവിക്കാതെ ഇരിക്കാൻ പറ്റുമോ? പക്ഷേ ബാംഗ്ലൂർ പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്തിട്ട് ഒരു കാര്യവുമില്ല. ചിലപ്പോൾ നമ്മളെ പിടിച്ച് ജയിലിലിടും അവർ. നിനക്കിപ്പോൾ സ്റ്റഡി ലീവല്ലേ? കുറച്ചു കാലം നാട്ടിൽ പോയി നിന്നൂടെ? തൽക്കാലം അവൻ്റെ ദേഷ്യമൊന്ന് അടങ്ങുന്നത് വരെ. നാട്ടിൽ ഞാൻ പോകില്ല ചേച്ചി. എന്നെ കണ്ടാൽ അച്ഛനും അമ്മയ്ക്കും സംശയം തോന്നും. എനിക്കവരെ വേദനിപ്പിക്കാൻ വയ്യ. തൽക്കാലം നീ ഇവിടെ ഇരുന്ന് പഠിക്കേ. അടുത്ത ആഴ്ചയല്ലേ എക്സാം? ഞങ്ങൾ കൊണ്ടുപോകാം നിന്നെ കോളേജിൽ. അവൻ എന്താ ചെയ്യുന്നതെന്ന് നോക്കാലോ. നീ ഇത്രയും കഷ്ടപ്പെട്ട് പൈസ മുടക്കി ഇവിടെ പഠിക്കാൻ വന്നത് ഇവനെ പേടിച്ച് ഒളിച്ചിരിക്കാനല്ല. നല്ല കുട്ടിയായിട്ട് പോയി കുളിച്ചു വാ. നമുക്കിന്ന് പുറത്ത് പോയി ഫുഡ് കഴിക്കാം. ഞാൻ സാക്ഷിയെയും വിളിക്കട്ടെ. അതിഥി അവളുടെ കവളിൽ ഉമ്മ വെച്ച് സാക്ഷിയെ വിളിക്കാൻ താഴേക്കിറങ്ങി. എത്രയോ ദിവസത്തിന് ശേഷം ഇന്നാണ് ദേവു ഒന്ന് ചിരിച്ചു കാണുന്നത്. എന്ത് കഷ്ടമാണ് ആ കുട്ടിയുടെ അവസ്ഥ. ഒന്ന് സ്നേഹിച്ചു പോയി എന്നുള്ളത് കൊണ്ട് ജീവൻ പോലും ഇല്ലാതാകുമെന്ന് പേടിച്ച് ജീവിക്കേണ്ടി വരുന്ന ഒരവസ്ഥയില്ലേ? അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഭക്ഷണം കഴിച്ച് റൂമിലെത്തി ഡ്രസ്സ് മാറുന്നതിനിടെ സാക്ഷി പറഞ്ഞു, എല്ലാ കാമുകന്മാരും സിദ്ധിനെ പോലെ നല്ലവരാകില്ലല്ലോ. ഇനി ജീവിതത്തിൽ ഒരാളെ സെലക്ട് ചെയ്യുമ്പോൾ അവൾ 1000 വട്ടം ആലോചിക്കും. ഇനി അവൾക്കൊരാളെ സ്നേഹിക്കാൻ കഴിയുമോ എന്ന് പോലും എനിക്ക് സംശയമാണ്. അത്രയ്ക്ക് ട്രോമയുണ്ട് ആ കുട്ടിക്ക്. അതിഥി വിഷമത്തോടെ സാക്ഷിയുടെ ബെഡിൽ വന്നിരുന്നു. എടോ, എത്ര കാലമായി നമ്മളിങ്ങനെ ഇരുന്ന് സംസാരിച്ചിട്ട്? നമുക്കിന്ന് ഒരുമിച്ച് സിനിമ കണ്ടാലോ? എനിക്കൊരു പുതിയ ഗോസ്റ്റ് പടം കിട്ടിയിട്ടുണ്ട്. സാക്ഷി ലാപ്ടോപ്പ് എടുത്തു. സെറ്റ്, ഞാൻ റെഡി. അതിഥി ലൈറ്റ് ഓഫ് ചെയ്ത് ചിപ്സും പലഹാരങ്ങളും എടുത്ത് പടം കാണാൻ റെഡിയായി. പടം കണ്ട് എപ്പോഴാണ് ഉറങ്ങിയതെന്ന് ഓർമ്മയില്ല. തുടർച്ചയായി ഫോൺ അടിക്കുന്നത് കേട്ട് അവൾ പാതി ഉറക്കത്തിൽ ഫോൺ തപ്പി. ശരണിൻ്റെ കോളാണ്. സമയം 4 മണിയാവുന്നതേ ഉള്ളൂ. അവനെന്താണ് ഈ സമയത്ത്? അവൾ അല്പം പേടിച്ച് ഫോൺ എടുത്തു. ഈ സമയത്തൊക്കെ പ്രിയപ്പെട്ടവരുടെ ഫോൺ കോൾ വന്നാൽ ഉള്ളിലൊരു ആദിയാണ്. അതിഥി, നീ ഞാനും പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം. സാക്ഷിയെ ഉണർത്തണ്ട. നീ പുറത്തേക്ക് വാ. ഞാൻ ഹോസ്റ്റലിന് പുറത്തുണ്ട്. നമുക്കൊരു സ്ഥലം വരെ പോകാം. അവൾ കാര്യം ചോദിക്കുന്നതിന് മുൻപേ അവൻ ഇങ്ങോട്ട് കയറി പറഞ്ഞു, നിനക്കെന്താ വട്ടാണോ? സമയം എന്തായി എന്നറിയോ? അവൾ ഉറക്കം മാറാതെ കണ്ണു തിരുമ്മി. ഇറങ്ങി വരിക എന്നതല്ലാതെ നിനക്ക് വേറെ ചോയ്സ് ഒന്നുമില്ല. നീ വരാതെ ഞാൻ എവിടെയും പോകില്ല. എത്ര പെട്ടെന്ന് വരുന്നോ അത്രയും പെട്ടെന്ന് നമുക്ക് പോകാം. അവനോട് തർക്കിച്ചിട്ട് കാര്യമില്ലെന്ന് നന്നായി അറിയാവുന്നതിനാൽ അവൾ മുഖം കഴുകി ഡ്രസ്സ് മാറി സാക്ഷിയെ ഉണർത്താതെ മുറി പൂട്ടി മതിൽ ചാടി പുറത്തെത്തി. വേഗം കയറിക്കോ, സമയമില്ല. ഇപ്പോൾ പോയാലേ സമയത്തെത്തുള്ളൂ. പിന്നെ എങ്ങോട്ടാ പോകുന്നത് എന്നൊന്നും ചോദിക്കണ്ട. അവിടെ എത്തുമ്പോൾ അറിഞ്ഞാൽ മതി. നിനക്കെന്തായാലും ഇഷ്ടമാകും. അവൻ കയ്യിൽ കരുതിയ ഹെൽമെറ്റ് അവൾക്ക് നീട്ടി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. പണ്ടിങ്ങനെ ഒരു ചായ കുടിക്കാൻ നീ ഇറങ്ങി വന്നില്ലായിരുന്നുവെങ്കിൽ നമുക്കിതൊക്കെ മിസ്സായേനെ അല്ലേ? അവൻ്റെ അരയിൽ ചുറ്റിപ്പിടിച്ച അവളുടെ കയ്യിൽ അവൻ മുറുക്കെ പിടിച്ചു. നമ്മൾ വല്ല കാട്ടിലേക്കോ മലയിലേക്കോ ആണോ പോകുന്നേ? 1.5 മണിക്കൂർ യാത്രയ്ക്കു ശേഷം ഒരു ചെക്ക് പോസ്റ്റിൽ വണ്ടി നിർത്തിയപ്പോൾ ചുറ്റും മഞ്ഞുമൂടി കിടന്ന വലിയ മലകൾ നോക്കി അവൾ ചോദിച്ചു, എങ്ങനെയുണ്ട്? അടിപൊളിയല്ലേ? ബൈക്കിനു പിറകിൽ തണുത്തു വിറച്ചിരുന്ന അവൾ അതിന് മറുപടി പറയാതെ അവനെ ഒന്നുകൂടെ കെട്ടിപ്പിടിച്ചു. പാർക്കിങ്ങിൽ വണ്ടി നിർത്തി വെളിച്ചം വീഴാത്ത കല്ലും മണ്ണും പാറയും നിറഞ്ഞ വഴിയിലൂടെ അവൻ അവളുടെ കൈപിടിച്ച് മുന്നോട്ട് നടന്നു. ഇനി ഒരുപാട് പോകാനുണ്ടോ? മല കയറി ക്ഷീണിച്ച് കിതപ്പോടെ അവളവിടെ കണ്ട ഒരു മരത്തിൽ ചാരി നിന്നു. ഞാൻ എടുക്കണോ? അവളെ എടുത്തുപോക്കാൻ വന്ന അവനെ തള്ളിമാറ്റി അവൾ മുന്നിലോടി. പാറയുടെ ഏറ്റവും മുകളിലെത്തി താഴോട്ട് നോക്കിയപ്പോൾ മിന്നാമിനുങ്ങിൻ്റെ വെളിച്ചം പോലെ തിളങ്ങുന്ന ബാംഗ്ലൂർ നഗരം കണ്ട് അതിശയത്തോടെ അവൾ ശരണിനെ തിരിഞ്ഞു നോക്കി. ഇതാണ് നന്ദി ഹിൽസ്. നീ പണ്ട് ഡയറിയിൽ മഹാദേവിനോട് പറഞ്ഞില്ലേ അവൻ്റെ കൈപിടിച്ച് ബാംഗ്ലൂർ നഗരം ഉറങ്ങുന്നതും ഉണരുന്നതും നോക്കിക്കാണണമെന്ന്? തൽക്കാലം എൻ്റെ കൈപിടിച്ച് അഡ്ജസ്റ്റ് ചെയ്യണം എന്നേയുള്ളൂ. പക്ഷെ നീ കാണാൻ ആഗ്രഹിച്ച ആ കാഴ്ച അതിവിടെ കിട്ടും. സന്തോഷത്തിൽ നിറഞ്ഞ കണ്ണുകൾ അവൾ 2 കൈകൊണ്ടും പൊത്തിപ്പിടിച്ചു. എടോ, നിന്റെ ഈ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളെല്ലാം സാധിച്ചു തരുമ്പോൾ എനിക്കെന്ത് സന്തോഷമാണെന്നറിയോ?
എനിക്ക് നിനക്കിങ്ങനെ ഒരുപാട് സർപ്രൈസ് തരണം. എൻ്റെ കുട്ടിയെ എപ്പോഴും ഇങ്ങനെ സന്തോഷമായിട്ട് കാണണം. അവൻ അവളെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. ഇനി കുറച്ചുനേരം കൂടെ കഴിഞ്ഞാൽ സൂര്യൻ ഉദിക്കും. അപ്പോൾ ദേ നമുക്ക് തൊടാൻ കഴിയുന്ന ദൂരത്തിൽ താഴെ മേഘങ്ങൾ വന്നു നിൽക്കും. പാറമേൽ അവൻ്റെ നെഞ്ചത്ത് തലചായ്ച്ചിരുന്ന അതിഥിയുടെ മുഖം അവൻ പിടിച്ചുയർത്തി. ഒരു നിമിഷം അവളെ തന്നെ കണ്ണെടുക്കാതെ നോക്കി. നെറ്റിയിൽ ഉമ്മ വെക്കാൻ വന്ന അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് ചേർത്ത് നിർത്തി അവൾ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അവനോട് ചേർന്ന് ഇങ്ങനെ ഇരിക്കുമ്പോൾ ചുറ്റുമുള്ള ലോകം മുഴുവൻ ഇല്ലാതാകുന്നത് പോലെ തോന്നും. സ്നേഹത്തിന് മാത്രം തരാൻ കഴിയുന്ന ഒരു മാജിക്. രണ്ടാൾക്കും 10 മണിക്ക് ഓഫീസിൽ കയറേണ്ടതിനാൽ മനസ്സില്ലാ മനസ്സോടെ സൂര്യോദയം കണ്ട് അവർ തിരിച്ചിറങ്ങി. ഓഫീസിലെ ഒരു വർഷത്തെ പെർഫോമൻസ് റിപ്പോർട്ട് തയ്യാറാക്കലും മീറ്റിങ്ങുകളുമൊക്കെയായി ഒരാഴ്ച അതിഥി നല്ല തിരക്കിലായിരുന്നു. അങ്ങോട്ട് കാണാനേ ഇല്ല എന്ന ആൻറ്റിയുടെ പരാതി തീർക്കാൻ വെള്ളിയാഴ്ച ഓഫീസിൽ നിന്നിറങ്ങി അവൾ നേരെ അങ്ങോട്ട് പോയി. ശാലു പരീക്ഷ കഴിഞ്ഞു വന്ന് നല്ല ഉറക്കത്തിലായിരുന്നു. അവളെ ഉണർത്താതെ ആൻറ്റി ഉണ്ടാക്കിയ ചൂടുള്ള ഉഴുന്നുവടയും ചായയും എടുത്ത് അതിഥി ബാൽക്കണിയിൽ പോയിരുന്നു. അമ്മോ, ഞാനൊരു വക്കീലിനെ കണ്ട് സംസാരിച്ചിട്ടുണ്ട്. ലീഗൽ കാര്യങ്ങളെല്ലാം അവർ നോക്കാമെന്ന് പറഞ്ഞു. കുറച്ച് ക്യാഷ് ചെലവാകും. എൻ്റെ കയ്യിൽ കുറച്ച് ഗോൾഡുണ്ട്, അത് വിൽക്കാം. പിന്നെ നാട്ടിൽ ഒരു ടീച്ചിങ് ജോലിയും ശരിയായിട്ടുണ്ട്. 3 മാസം കഴിഞ്ഞാൽ ജോയിൻ ചെയ്യാം. ശാലുവിനും കാര്യങ്ങളെല്ലാം ഓക്കെയാണ്. ഞാൻ സംസാരിച്ചിട്ടുണ്ട്. ഒരു 3 മാസം കൂടിയേ ഞാൻ ഇവിടെ കാണൂ. നാട്ടിൽ പോയ ശേഷം ഡിവോഴ്സ് നോട്ടീസ് അയക്കും. ഇവിടെ നിന്ന് എന്തെങ്കിലും ചെയ്താൽ അത് പിന്നെ വലിയ വഴക്കാകും. കറിവേപ്പില ചെടിയുടെ വാടിയ ഇതളുകൾ പറിച്ചു മാറ്റുന്നതിനിടെ ആൻറ്റി പറഞ്ഞു. ആൻറ്റി സീരിയസ് ആയിട്ടാണോ ഈ പറയുന്നത്? വീട്ടിൽ എല്ലാവരും എന്തു പറഞ്ഞു? മോൾ ഈ വയസ്സായ കാലത്ത് വീട്ടിൽ വന്നു നിന്നാൽ അവർക്ക് അഭിമാന പ്രശ്നമാണത്രേ. പിന്നെ ഭാവിയിൽ എൻ്റെ ഉത്തരവാദിത്വം ചേട്ടൻ ഏറ്റെടുക്കേണ്ടി വരുമോ എന്ന പേടിയും. അതുകൊണ്ട് വീട്ടിലേക്ക് ഞാൻ പോണില്ല. ഒരു വാടക വീട് നോക്കിയിട്ടുണ്ട്. അവിടേക്കു മാറണം. എനിക്കറിയാം, സ്നേഹമോ അംഗീകാരമോ പണമോ ഒന്നുമില്ലാത്ത ഒരു പോയിന്റിൽ നിന്ന് വീണ്ടും എല്ലാം തുടങ്ങണമെന്ന്. പക്ഷേ അത് ഭയന്ന് ഈ നശിച്ച ജീവിതം തന്നെ ജീവിച്ചിട്ട് എന്ത് കാര്യമാണുള്ളത്? ഒന്നുമില്ലെങ്കിലും മരിക്കുന്നതിന് മുൻപ് എനിക്ക് വേണ്ടി എനിക്കിഷ്ടമുള്ള പോലെ സമാധാനത്തോടെ കുറച്ചുകാലം ജീവിക്കാലോ. ആൻറ്റിയുടെ തീരുമാനം എന്തായാലും ഞാൻ കൂടെയുണ്ടാകും. ഒരിക്കലും ഒറ്റക്കായി എന്ന് തോന്നേണ്ട. അവൾ ആൻറ്റിയെ ചേർത്തു പിടിച്ചു. അവിടെ നിന്നിറങ്ങി നേരെ ഹോസ്റ്റലിലേക്ക് നടക്കുമ്പോൾ ആൻറ്റി ജീവിതത്തിൽ എടുത്ത ഏറ്റവും നല്ല തീരുമാനം ഇതാണെന്ന് അവൾക്കുറപ്പുണ്ടായിരുന്നു. ബന്ധങ്ങൾ തുടങ്ങുന്ന പോലെ അവസാനിപ്പിക്കുന്നതും നോർമലായ ഒരു കാര്യമായി സമൂഹം കണ്ടിരുന്നെങ്കിൽ ദാമ്പത്യത്തിൽ നിന്നും സന്തോഷം തേടി പലർക്കും മറ്റൊരാളോടൊപ്പം ഒളിച്ചോടേണ്ടി വരില്ലായിരുന്നു. ദേവുവിന് തേപ്പുകാരി എന്ന പേരു ഭയന്ന് ഇത്രയും കാലം അവനെ സഹിക്കേണ്ടി വരില്ലായിരുന്നു. ആരായാലും ബന്ധം തുടങ്ങാൻ ഒരു കാരണമുണ്ടെങ്കിൽ അവസാനിപ്പിക്കാനും ഒരു കാരണമുണ്ടാകും. ഇഷ്ടമുള്ള ഒരാൾ ജീവിതത്തിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് നമുക്ക് വേദന തന്നെയാണെങ്കിലും അതേ ഇഷ്ടത്തോടെ അവരുടെ തീരുമാനങ്ങളെ മാനിക്കാനും നാം എന്നാണ് പഠിക്കുന്നത്? 2 പേർ ബന്ധം അവസാനിപ്പിക്കുന്നുവെന്നത് തീർത്തും നെഗറ്റീവായതോ അല്ലെങ്കിൽ ഒരു ക്രൈമായോ ആണ് ആളുകൾ കാണുന്നത്. ആ കാഴ്ചപ്പാടിൽ തന്നെ മാറ്റം വരേണ്ടതുണ്ട്. ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് സന്തോഷമായിരിക്കൂ എന്നാശംസിച്ച് 2 പേരെ ബന്ധങ്ങളിലേക്ക് പറഞ്ഞു വിടുന്നതോടൊപ്പം ഒത്തുപോകാൻ കഴിയാതെ വരുമ്പോൾ ഇറങ്ങി വരാനും അങ്ങനെ വരുമ്പോൾ അവരുടെ തീരുമാനങ്ങളെ ചോദ്യം ചെയ്യാതെ ചേർത്തു നിർത്താനും നമുക്ക് കഴിയണം. 2 പേർ വേർപിരിയുമ്പോൾ പുതിയൊരു ജീവിതം കൂടിയാണ് അവർക്ക് മുന്നിൽ തുറന്നു കിട്ടുന്നത്. അതെ, ഒത്തുചേരൽ പോലെ എല്ലാ വേർപിരിയലുകളും മനോഹരമാണ്. കാലം ജീവിച്ച ഒരു ജീവിതം, അത് തരുന്ന കംഫർട്ട് സോൺ, അതിൽ നിന്നും പുറത്തു വരാൻ പലരും മടിക്കുന്നത് കൊണ്ടാണ് സഹിച്ചും ക്ഷമിച്ചും കരഞ്ഞുമൊക്കെ ജീവിതം ജീവിച്ചു തീർക്കേണ്ടി വരുന്നത്. ഒരു മനുഷ്യന് ഏറ്റവും വിശ്വാസമില്ലാത്തത് അവന് തന്നെയാണ്. സ്വയം വിശ്വസിക്കാൻ നമ്മൾ പഠിച്ചിരുന്നെങ്കിൽ എന്നേ വേദനകളിൽ നിന്നെല്ലാം സുഖമായി ഇറങ്ങി വരാൻ കഴിഞ്ഞേനെ എന്നവൾക്ക് തോന്നി. അതിഥി, നീ ഫോൺ ഡെസ്കിൽ വെച്ചിട്ടാണോ വന്നത്? കുറേ നേരമായി കിടന്ന് റിങ് ചെയ്യുന്നുണ്ട്. കഫേയിൽ ആദിക്കൊപ്പം ചായ കുടിച്ചുകൊണ്ടിരുന്ന അതിഥിക്കടുത്തേക്ക് ഗീതി ചേച്ചി ഒരു കസേര വലിച്ചിട്ടിരുന്നു. അയ്യോ, ഫോൺ എടുക്കാൻ മറന്നു. മീറ്റിംഗ് വല്ലതും ഉണ്ടാകും. അവൾ ആറിയ ചായ ഒറ്റ വലിക്ക് കുടിച്ച് ഡെസ്കിലേക്ക് ഓടി. ഫോണിൽ കണ്ണൻ്റെ 20-ൽ കൂടുതൽ മിസ് കോൾ ഉണ്ടായിരുന്നു. ഇവനെന്തിനാ ഇങ്ങനെ കിടന്ന് വിളിക്കുന്നത്? അവൾ തിരിച്ച് ഡയൽ ചെയ്തു. ചേച്ചി, ഇവിടെ ആകെ പ്രശ്നമായി. അമ്മ ഞാനും നിഹാലും തമ്മിലുള്ള കാര്യമെല്ലാം അറിഞ്ഞു. എനിക്ക് എന്താ ചെയ്യേണ്ടേ എന്നറിയില്ല. എനിക്ക് പേടിയാവുന്നു. കരഞ്ഞു ക്ഷീണിച്ച ശബ്ദത്തിൽ അവൻ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. എന്ത്? അമ്മായി എങ്ങനെ അറിഞ്ഞു? അതിഥിയും ചെറുതായൊന്ന് ഞെട്ടി. അമ്മയ്ക്ക് എന്തോ ഡാറ്റ എൻട്രി ചെയ്യാൻ ലാപ്ടോപ്പ് വേണമെന്ന് പറഞ്ഞ് ഞാൻ ലാപ്പ് ഓണാക്കി കൊടുത്ത് പുറത്തു പോയി. തിരിച്ചു വന്നപ്പോൾ അമ്മ എൻ്റെ മുഖത്തടിച്ചു. ലാപ്ടോപ്പിൽ ഞങ്ങളുടെ കുറേ പേഴ്സണൽ ഫോട്ടോസ്, വീഡിയോസ് എല്ലാം ഉണ്ടായിരുന്നു. എന്നോട് സംസാരിക്കാൻ അമ്മ റെഡിയാവുന്നില്ല. കരഞ്ഞോണ്ട് റൂമിലിരിക്കുക. അച്ഛൻ ഇവിടെയില്ല. നാളെ രാവിലെ വരും. അപ്പോൾ അമ്മയെല്ലാം പറയും. അതോടെ എൻ്റെ കാര്യത്തിൽ തീരുമാനമാവും.
ഞാൻ നിന്നോട് അന്നേ പറഞ്ഞതല്ലേ സൂക്ഷിക്കണമെന്ന്. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നേ? അമ്മാവനറിഞ്ഞാൽ എന്താ ഉണ്ടാവാൻ പോകുന്നതെന്ന് നിനക്ക് നന്നായി അറിയാലോ. നിന്നെയും കൊല്ലും അവനെയും കൊല്ലും. എനിക്കറിയാം ചേച്ചി, എനിക്ക് അവനില്ലാതെ പറ്റില്ല. ഞാൻ അവനെ വിളിച്ച് എല്ലാം പറഞ്ഞു. തൽക്കാലം കുറച്ചുകാലം മാറി നിന്നാലോ എന്നാണ് അവൻ പറഞ്ഞത്. ഇതിൻ്റെ ചൂടെല്ലാം ഒന്ന് ഒതുങ്ങുമ്പോൾ തിരിച്ചു വരാലോ. എങ്ങോട്ട് മാറി നിൽക്കാൻ? നിങ്ങൾ എങ്ങനെ ജീവിക്കും? അതിഥിക്ക് പെട്ടെന്ന് ഇതൊന്നും ഉൾക്കൊള്ളാൻ സാധിക്കുന്നുണ്ടായില്ല. ഞങ്ങൾ രണ്ടുപേരും എഞ്ചിനീയറിംഗ് കഴിഞ്ഞതാണ്. അത്യാവശ്യം മാർക്കുമുണ്ട്. എന്തെങ്കിലും ജോലി കിട്ടാതിരിക്കില്ല. കുറച്ചുകാലം എങ്ങനെയെങ്കിലും പിടിച്ചു നിൽക്കും. ഞാനിന്ന് രാത്രി ഇവിടെ നിന്നും ഇറങ്ങും. അല്ലെങ്കിൽ ഞാൻ ഈ വീടിൻ്റെ മുറ്റം പോലും കാണില്ല. അച്ഛൻ അറിഞ്ഞാൽ ഉണ്ടാകാൻ പോകുന്ന ബഹളങ്ങൾ നന്നായി അറിയുന്നത് കൊണ്ടാവാം സംസാരിക്കുമ്പോൾ അവൻ്റെ ശബ്ദം ഇടറുന്നുണ്ടായിരുന്നു. കണ്ണ, നീയൊന്ന് അടങ്ങൂ. നീ എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയാൽ എനിക്കെന്ത് സമാധാനമാണ് ഉണ്ടാവുക? ഞാൻ എന്തേലും വഴിയുണ്ടോ എന്ന് നോക്കട്ടെ. ഒരു 10 മിനിറ്റ് താ. ഫോൺ കട്ട് ചെയ്തപ്പോൾ മനസ്സിൽ വന്ന മുഖം ലയയുടേതാണ്. ലയക്ക് കണ്ണൻ്റെ കാര്യം അറിയാം. തൽക്കാലം ഡൽഹിയിൽ അവളുടെ അടുത്തേക്ക് ഇവരെ മാറ്റുന്നതാകും നല്ലത് എന്നവൾക്ക് തോന്നി. ലയയെ വിളിച്ച് സംസാരിച്ചപ്പോൾ അവർക്ക് താമസ സൗകര്യവും ജോലിയും സെറ്റ് ചെയ്യാമെന്ന് ലയയും മെൽവിനും ഉറപ്പു പറഞ്ഞു. കണ്ണ, നീ ഇന്നു രാത്രി തന്നെ അമ്മായി കാണാതെ ഇറങ്ങിക്കോ. ലയയുടെ നമ്പറും അഡ്രസ്സും ഞാൻ വാട്സപ്പ് ചെയ്തിട്ടുണ്ട്. അവിടെ എത്തിയിട്ട് വിളിച്ചാൽ അവർ പിക്ക് ചെയ്തോളും. നിഹാലിനെ വിളിച്ച് കാര്യം പറ. നീ ധൈര്യമായിട്ടിരിക്കെ, ചേച്ചി കൂടെയുണ്ട്. കണ്ണനെ വിളിച്ച് ആശ്വസിപ്പിച്ച് കാര്യമെല്ലാം പറഞ്ഞ് അവൾ ഓഫീസിൽ നിന്നും നേരത്തെ ഇറങ്ങി. എടോ, നീ ഇങ്ങനെ ടെൻഷൻ അടിക്കണ്ട. ചിലപ്പോൾ അമ്മായി ഒന്നും പറയില്ലായിരിക്കും. ഇനി പറഞ്ഞാലും ഒരു പക്ഷേ അവർക്കത് മനസ്സിലാക്കാൻ സാധിച്ചേക്കും. നമ്മൾ പഴഞ്ചൻ നൂറ്റാണ്ടിൽ ഒന്നുമല്ലല്ലോ. ഒരു ഗേ റിലേഷൻഷിപ്പൊക്കെ അംഗീകരിക്കാൻ കുടുംബത്തിന് കഴിയും. ചായ പറഞ്ഞിട്ട് അത് കുടിക്കാതെ വിരലിനൊടിച്ച് എന്തോ ആലോചിച്ചു കൊണ്ടിരുന്ന അതിഥിയെ ശരൺ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. നിനക്കെൻ്റെ നാടിനെയും വീടിനെയും കുറിച്ച് അറിയാഞ്ഞിട്ടാ. അബുദാബി അല്ല കേരളം. അത് വിട്. ഇനി ആലോചിച്ച് ടെൻഷൻ അടിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കും അറിയാം. നിനക്കെന്താ പറ്റിയ? മുഖത്തെന്താ ഒരു വാട്ടം? ഒരു എനർജി ഇല്ലല്ലോ. അവൾ അവൻ്റെ മുടിയിൽ തലോടിക്കൊണ്ട് ചോദിച്ചു. അത് ഒന്നുമില്ലടോ. അവിടെ ബിസിനസ്സിൽ എന്തൊക്കെയോ പ്രശ്നം. ഇന്ന് അച്ഛൻ വിളിച്ച് ഒരുപാട് സംസാരിച്ചു. അച്ഛൻ പൊതുവേ നല്ല സ്ട്രോങ് ആണ്. എന്നെപ്പോലെ എപ്പോഴും ചിരിച്ചു കളിച്ച് നടക്കും. അച്ഛൻ ഇത്ര വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല. അമ്മയെ വിളിച്ചപ്പോൾ ഒരാഴ്ചയായി എന്തോ ടെൻഷനിലാണെന്ന് പറഞ്ഞു. കാര്യം ചോദിച്ചിട്ട് അച്ഛൻ ഒന്നും പറഞ്ഞതുമില്ല. അച്ഛനെ ഇങ്ങനെ സങ്കടപ്പെട്ടു കാണുമ്പോൾ എന്തോ പോലെ. അവൻ ചായ ക്യാഷ് കൊടുത്ത് ഹെൽമെറ്റും വെച്ച് ബൈക്ക് സ്റ്റാർട്ട് ചെയ്തു. എന്നാൽ നീ ഒന്ന് പോയിട്ട് വാ. കാര്യം അറിയാലോ. പിന്നെ അച്ഛനും സന്തോഷമാകും. ലീവില്ലടോ എനിക്ക്. നോക്കട്ടെ, 2 ദിവസം കൂടെ, എന്നിട്ടാലോചിക്കാം. നീ ഇനി ഇതും കൂടെ കയറ്റി തലയിൽ വെക്കണ്ട. ആവശ്യത്തിലധികം പ്രശ്നങ്ങൾ നിനക്കിപ്പോൾ തന്നെയുണ്ട്. ഇതൊക്കെ ഞാൻ ശരിയാക്കും കേട്ടോ. ഹോസ്റ്റലിന് മുൻപിൽ അവളെ ഇറക്കിവിട്ട് കവളിൽ ഉമ്മ വെച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ആരോടോ ഫോണിൽ ഉച്ചത്തിൽ കയർത്തുകൊണ്ടിരിക്കുന്ന സാക്ഷിയെയും ബെഡിൽ മുഖം പൊത്തി കരയുന്ന ദേവികയെയുമാണ് അതിഥി മുറിയിലെത്തിയപ്പോൾ കണ്ടത്. അവൻ എന്താ വിചാരിച്ചത്? അവൻ്റെ മറ്റേ ഭീഷണിയിൽ നമ്മളങ്ങ് വീണു പോകുമെന്നോ? അവനെന്നെ ശരിക്കും അറിയില്ല. സാക്ഷി ദേഷ്യത്തിൽ ഫോൺ കട്ട് ചെയ്ത് അക്ഷമയോടെ റൂമിൽ നടക്കാൻ തുടങ്ങി. എന്താ പുതിയ പ്രശ്നം? അതിഥി നെറ്റിയിൽ കൈവച്ച് 2 പേരോടുമായി ചോദിച്ചു. അവൻ്റെ കയ്യിൽ അവരുടെ പ്രൈവറ്റ് ഫോട്ടോസ് ഉണ്ടെന്ന്. അതിവളുടെ വീട്ടുകാരെ കാണിക്കും, പുറത്തുവിടും എന്നൊക്കെയാ ഭീഷണി. ഞാനപ്പോൾ ഇവളുടെ മുറിയിലേക്ക് പോയില്ലെങ്കിൽ ഇവളതിൽ വീണേനെ. ചേച്ചി, അവൻ പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യും. എൻ്റെ വീട്ടിലിറങ്ങിയാൽ അച്ഛനും അമ്മയും മരിച്ചു കളയും ചേച്ചി. ദേവു പൊട്ടിക്കരഞ്ഞു. ആദ്യം നിനക്കാണ് 2 കിട്ടേണ്ടത്. ഇതൊക്കെ പറഞ്ഞാൽ നിന്നെ പേടിപ്പിക്കാമെന്ന് അവന് നന്നായിട്ടറിയാം. ഒറ്റത്തവണ നീയൊന്ന് എതിർത്ത് നിന്ന് നോക്ക്. ദേവു, ഇതൊന്നും നിന്നെ ബാധിക്കില്ലെന്ന് കാണിച്ചു കൊടുക്ക്. പിന്നെ അവൻ വരില്ല. സാക്ഷി അവൾക്ക് ധൈര്യം കൊടുത്തു. പക്ഷേ ഇതെന്നെ ബാധിക്കുമല്ലോ ചേച്ചി. അത് നമുക്കല്ലേ അറിയൂ, അവനറിയില്ലല്ലോ. പിന്നെ ഇങ്ങനെ ഒരു പെൺകുട്ടിയെ ബ്ലാക്ക്മെയിൽ ചെയ്താൽ അകത്തു കിടക്കുമെന്ന് അറിയാത്ത പൊട്ടനൊന്നുമല്ലല്ലോ അവൻ. അല്ലെങ്കിലും ഇതൊന്നും ഇപ്പോൾ ഒരു വലിയ വിഷയം പോലുമല്ല ദേവു. ചിലപ്പോൾ വീട്ടിൽ ഇതൊക്കെ അറിഞ്ഞാൽ അവർ നിന്റെ കൂടെ നിൽക്കും. സ്വന്തം മകളെ ഒരുത്തൻ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നത് കണ്ട് വീട്ടുകാർ മിണ്ടാതിരിക്കോ? നമുക്ക് നോക്കാം അവൻ എന്ത് ചെയ്യുമെന്ന്. ഇനി വിളിച്ചാൽ നീ ഫോണെടുത്ത് നല്ലോണം 2 വർത്താനം പറയണം. ഇങ്ങനെ പേടിച്ചിട്ടല്ല. സാക്ഷി അവളെയും കൂട്ടി ചായ കുടിക്കാൻ മെസ്സിലേക്ക് പോയി. ഇതിൻ്റെ ഇടയിൽ കണ്ണൻ്റെ കാര്യം സാക്ഷിയോട് പറയാൻ അതിഥിക്ക് തോന്നിയില്ല. അവൾ രാത്രി കിടക്കുന്നതിന് മുൻപേ അവൻ വീട്ടിൽ നിന്നിറങ്ങി ട്രെയിൻ കയറിയെന്ന് ഉറപ്പുവരുത്തി. ലയയെ വിളിച്ചു പറഞ്ഞു. ഒരുപാട് പ്രശ്നങ്ങൾ, വിഷമങ്ങൾ എല്ലാം വരുമ്പോൾ ഒന്നും ആലോചിക്കാതെ കിടന്നുറങ്ങുന്നതാണ് ഏറ്റവും നല്ല കാര്യമെന്ന് അവൾക്ക് തോന്നാറുണ്ട്. ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ പ്രശ്നമൊന്നും തീർന്നില്ലെങ്കിലും ഒരു ഭാരം കുറഞ്ഞ പോലെ തോന്നും. അതിനെ നേരിടാൻ എന്തെങ്കിലുമൊക്കെ വഴി തെളിഞ്ഞു കാണും. മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊന്നും സ്വന്തമായി കാണരുതെന്ന് അമ്മ എപ്പോഴും പറയും. പക്ഷേ അവൾക്കൊരിക്കലും അതിന് കഴിയാറില്ല. പ്രിയപ്പെട്ടവരുടെ കണ്ണു നിറയുമ്പോൾ അതുകണ്ട് വെറുതെ ഇരിക്കാൻ അവൾക്ക് കഴിയാറില്ല.
ശരൺ അന്നു രാത്രി അച്ഛനുമായി സംസാരിച്ചിരുന്നതിനാൽ അവൾ പതിവിലും നേരത്തെ കിടന്നു. പിറ്റേന്ന് ഓഫീസിൽ ലീവ് എടുത്താലോ എന്ന് അവൾ ആലോചിച്ചെങ്കിലും റൂമിൽ ഒറ്റയ്ക്കിരുന്നാൽ ഓരോന്ന് ആലോചിച്ച് വീണ്ടും തലവേദനയാകും എന്നുറപ്പുള്ളതിനാൽ അവൾ ഓഫീസിലേക്ക് പോകാൻ റെഡിയായി. അതിഥി, ഞാനിന്ന് ലേറ്റാവും ട്ടോ. സിദ്ധിൻ്റെ കൂടെ ഒരു പാർട്ടിക്ക് പോവാനുണ്ട്. ഓഫീസ് ബാഗിൽ പാർട്ടിക്കിടാനുള്ള ഡ്രസ്സ് എടുത്ത് വെക്കുന്നതിനിടെ സാക്ഷി പറഞ്ഞു. പൊതുവെ സിദ്ധിൻ്റെ കാര്യം എന്തേലും പറഞ്ഞാൽ കളിയാക്കി പിറകെ കൂടാറുള്ള അതിഥി അതിന് മറുപടിയൊന്നും പറയാതെ തലയാട്ടുക മാത്രം ചെയ്ത് ധൃതിയിൽ ആരെയോ ഫോൺ വിളിച്ച് പടികളിറങ്ങുന്നത് സാക്ഷി അല്പം സംശയത്തോടെ നോക്കി നിന്നു. എല്ലാം ഓക്കെ അല്ലേ കണ്ണാ? കണ്ണൻ്റെ ഫോൺ സ്വിച്ച് ഓഫാക്കി വച്ചതിനാൽ അവൾ നിഹാലിൻ്റെ ഫോണിൽ വിളിച്ച് കാര്യം അന്വേഷിച്ചു. ഞങ്ങൾ ട്രെയിനിലാ ചേച്ചി. നാളെ ഉച്ചയോടെ അവിടെ എത്തും. വീട്ടിലിപ്പോൾ എന്താ അവസ്ഥയെന്ന് എനിക്ക് ആലോചിക്കാൻ വയ്യ. ഞാൻ ഇറങ്ങിപ്പോയെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും. അച്ഛനോട് അമ്മ എല്ലാം പറഞ്ഞിട്ടുണ്ടാകും. ചേച്ചിയെ വിളിച്ചോ ആരെങ്കിലും? അവൻ്റെ ശബ്ദത്തിൽ അപ്പോഴും പേടിയുണ്ടായിരുന്നു. ഇല്ലടാ, ഞാൻ രാവിലെ വീട്ടിൽ വിളിച്ചപ്പോഴും അമ്മ പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ചിലപ്പോൾ അവരോടൊന്നും പറഞ്ഞു കാണില്ല. അമ്മായിയെ ഞാൻ വിളിച്ചാൽ ശരിയാവില്ല. ഒരിക്കലും മെസ്സേജ് പോലും അയക്കാത്ത ഞാൻ ഇന്ന് വിളിച്ചാൽ അവർക്ക് സംശയം തോന്നും. നമുക്ക് നോക്കാം. ഞാൻ നിന്റെ അക്കൗണ്ടിലേക്ക് കുറച്ച് പൈസ ഇട്ടിട്ടുണ്ട്. ഫുഡ് എന്തെങ്കിലും വാങ്ങിക്കഴിക്ക് രണ്ടാളും. എൻ്റെ വണ്ടി വന്നു, ഞാൻ പിന്നെ വിളിക്കാം. അവൾ കാറിൽ കയറുന്നതിന് മുൻപേ ഫോൺ കട്ട് ചെയ്തു. എടോ സാക്ഷി, ഇന്ന് വൈകിയല്ലേ വരുള്ളൂ. നീ അതുവരെ റൂമിൽ പോയി ഒറ്റയ്ക്കിരിക്കണ്ട. ഫ്ലാറ്റിലേക്ക് പോരുന്നോ? അവൾ വരുമ്പോഴേക്കും ഞാൻ കൊണ്ടാക്കാം. വാ അതിഥി, നമുക്കിന്ന് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാം. ശരണിൻ്റെ കൂടെ ചായ കുടിക്കാൻ വന്ന സാമും ശരണിന് പിന്താങ്ങി. അതെ, ചിക്കൻ ബിരിയാണി കഴിക്കാൻ പറ്റിയ അവസ്ഥയിലാണ് ഞാനിപ്പോൾ. അവൾ ചിരിച്ചുകൊണ്ട് ശരണിനെ നോക്കി. അവസ്ഥയെല്ലാം നമുക്ക് ശരിയാക്കാം. അപ്പോൾ വൈകിട്ട് ഫ്ലാറ്റിൽ കാണാം. സാം ബൈ പറഞ്ഞ് ഓഫീസിലേക്ക് നടന്നു. അവനൊപ്പം ഇറങ്ങിയ ശരണിനെ അവൾ പിടിച്ചിരുത്തി. കുറച്ചു കഴിഞ്ഞു പോകാം. എടോ, എനിക്ക് വർക്കുണ്ട്, പോണം. പ്ലീസ് ഒരു 10 മിനിറ്റ് നമുക്ക് വെറുതെ നടന്നിട്ട് വരാം. അവൾ അവൻ്റെ കൈപിടിച്ച് പുറത്തേക്ക് നടന്നു. നിനക്ക് ഓർമ്മയുണ്ടോ, ഇവിടെ വച്ചാണ് നീ എനിക്ക് ആദ്യമായി പൂ തന്നത്? പിന്നെ നല്ല ഓർമ്മയുണ്ട്. ഡയറി വായിച്ചതിന് നീ എന്നെ ചീത്ത പറഞ്ഞതും ഇവിടെ വച്ചാണ്. അവൻ ചിരിച്ചുകൊണ്ട് അവളുടെ തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ച് നടന്നു. പോക്കറ്റിൽ വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഫോൺ എടുത്ത് സ്ക്രീനിൽ നോക്കി അവൾ പെട്ടെന്ന് തരിച്ചു നിന്നു. എന്തു പറ്റി? ആരാ ഫോണിൽ? ശരൺ ഫോൺ വാങ്ങി നമ്പർ നോക്കി. അമ്മയല്ലേ, നീ എടുക്ക്, കാര്യം ചോദിക്ക്. അമ്മ ഒരിക്കലും ഈ സമയത്ത് വിളിക്കില്ലടാ. കണ്ണൻ്റെ കാര്യം അറിഞ്ഞിട്ടാവും വിളിക്കുന്നത്. ഞാൻ എന്താ പറയാ? എടോ, കണ്ണൻ്റെ കാര്യം നിനക്കറിയുമെന്ന് അമ്മയ്ക്ക് എങ്ങനെ അറിയാനാ? എന്തെങ്കിലും ചോദിച്ചാൽ നീ ഒന്നും അറിയാത്ത പോലെ സംസാരിച്ചാൽ മതി. ഫോൺ എടുക്കാതെ ഇരുന്നാൽ അവർക്ക് സംശയം തോന്നും. അവൻ നിർബന്ധിച്ചപ്പോൾ വിറച്ചുകൊണ്ടവൾ ഫോൺ എടുത്തു. അമ്മോ, നീ ഒന്ന് വീട്ടിലേക്ക് വരുമോ? ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. അമ്മായിയും അമ്മാവനും ആകെ വിഷമത്തിലാ. കണ്ണനെ കാണാനില്ല, വിളിച്ചിട്ടെടുക്കുന്നുമില്ല. ഞാൻ എത്ര ചോദിച്ചിട്ടും രണ്ടാളും ഒന്നും പറയുന്നില്ല. കണ്ണൻ നിന്നെ വിളിച്ചോ? ഇല്ലല്ലോ. അവൻ ചിലപ്പോൾ ഫ്രണ്ട്സിൻ്റെ കൂടെ വല്ലയിടത്തും പോയതാകും. 2 ദിവസം കഴിഞ്ഞാൽ വന്നോളും. ഞാനിപ്പോൾ അവിടെ വന്നിട്ട് എന്തു ചെയ്യാനാ? ഞാൻ അവൻ്റെ ഫ്രണ്ട്സിനെ ഒന്ന് വിളിച്ചു നോക്കാം. അവൾ ഒരു വിധത്തിൽ പറഞ്ഞൊപ്പിച്ചു. അവൻ്റെ എല്ലാ ഫ്രണ്ട്സിനെയും വിളിച്ചു. ആർക്കും ഒന്നും അറിയില്ല. അലമാരയിലുണ്ടായ സർട്ടിഫിക്കറ്റും അവൻ്റെ സാധനങ്ങളും എല്ലാം എടുത്താണ് അവൻ പോയത്. പോലീസിൽ പരാതി കൊടുത്താലോ എന്നാണ് എല്ലാവരും പറയുന്നത്. പോലീസിലോ? അതിൻ്റെയൊന്നും ആവശ്യമില്ലമ്മേ. അവൻ വന്നോളും. കാര്യങ്ങൾ കൈവിട്ടു പോകുകയാണെന്ന് അവൾക്ക് ഏകദേശം ഉറപ്പായി. നീ ഇവിടെ വരെ ഒന്ന് വാ. അമ്മായിക്കും അമ്മാവനും അതൊരു ആശ്വാസമാകും. പിന്നെ കണ്ണൻ നീയായിട്ടല്ലേ കൂട്ട്. അവനെന്തെങ്കിലും നിന്നോട് പറഞ്ഞു കാണില്ലേ? കുടുംബത്തിനൊരു പ്രശ്നം വരുമ്പോൾ നമ്മൾ കൂടെ നിൽക്കണ്ടേ അമ്മോ? അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും? വന്നിട്ട് നീ നാളെ തന്നെ തിരിച്ചു പൊക്കോ. ഞാൻ പറയാം അവരോട് നീ വരുമെന്ന്. തിരിച്ചെന്തെങ്കിലും പറയുന്നതിന് മുൻപേ അമ്മ കോൾ കട്ട് ചെയ്തു. പോയില്ലെങ്കിൽ അതടുത്ത പ്രശ്നമാകും. അമ്മയുടെ സംസാരം കേട്ടിട്ട് അമ്മായി ആരോടും കാര്യമൊന്നും പറഞ്ഞില്ലെന്ന് തോന്നുന്നു. ഞാൻ അവിടെ വരെ ഒന്ന് പോയാലോ? എന്താണ് അവരുടെ തീരുമാനമെന്നറിയാലോ. ഇനി അമ്മായി എന്നോടെന്തെങ്കിലും പറഞ്ഞാൽ അവരെ ഒന്ന് തണുപ്പിക്കാൻ പറ്റിയാലോ? അവൾ ഒരു തീരുമാനമെടുക്കാൻ കഴിയാതെ അവനെ നോക്കി. എടോ, നീ ഇപ്പോൾ നാട്ടിൽ പോയി വന്നതല്ലേ ഉള്ളൂ. ഇനിയും പോണോ? ശരണിന് വീണ്ടും അവളെ കാണാതെ ഇരിക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഞാൻ വേഗം വരും. ഇന്ന് രാത്രി ബസ് കയറിയാൽ നാളെ രാവിലെ ഇവിടെ എത്തും. വൈകിട്ട് ഞാൻ തിരിച്ചു കയറും. ഒരു ദിവസത്തെ കാര്യമല്ലേയുള്ളൂ. അല്ലെങ്കിൽ അവിടുത്തെ കാര്യം ആലോചിച്ച് ഒരു സമാധാനമുണ്ടാകില്ല. നിനക്ക് ഏതാണ് ശരിയെന്ന് തോന്നുന്നതെങ്കിൽ പോയിട്ട് വാ. അവൻ മനസ്സില്ലാ മനസ്സോടെ സമ്മതം മൂളി. 21. ചേച്ചിയപ്പോൾ ഡ്രസ്സൊന്നും എടുക്കുന്നില്ലേ? ലാപ്ടോപ്പ് ബാഗിൽ 2 പുസ്തകങ്ങളും ചാർജറും എടുത്തു വെക്കുന്ന അതിഥിയോട് ദേവിക അല്പം സംശയത്തോടെ ചോദിച്ചു. ഇല്ലടോ, ഞാൻ നാളെ തന്നെ തിരിച്ചു വരില്ലേ? എന്തിനാ വെറുതെ എല്ലാം കൊണ്ടുപോകുന്നേ? അതിഥി ടീഷർട്ടിന് മുകളിൽ ഒരു നീല ഡെനിം ജാക്കറ്റ് എടുത്തിട്ടു. ദേ ചേച്ചി, അവൻ വീണ്ടും വിളിക്കുന്നു.
അമലിൻ്റെ ഫോൺ ദേവിക അതിഥിക്ക് നേരെ നീട്ടി. നീ സംസാരിക്കേ, സാക്ഷി പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. ദേവു അല്പം പേടിയോടെ ഫോണെടുത്ത് സ്പീക്കറിലിട്ടു. എന്നെ തേച്ചിട്ട് എല്ലാം കഴിഞ്ഞെന്ന് കരുതി സുഖമായിട്ട് ഇരിക്കുവാണോ? നീ എനിക്ക് അയച്ചു തന്ന ഫോട്ടോയും നമ്മൾ പുറത്തു പോയപ്പോൾ ചെയ്ത കാര്യങ്ങളും എല്ലാം അത്ര പെട്ടെന്ന് മറന്നുപോയോ? എന്നെ അങ്ങനെ പറ്റിച്ചിട്ട് പോകാൻ നിന്നെ ഞാൻ സമ്മതിക്കുമെന്ന് കരുതണ്ട. അമലിൻ്റെ ഉള്ളിലുള്ള പകയും ദേഷ്യവുമെല്ലാം ശബ്ദത്തിൽ പ്രകടമായിരുന്നു. അതേടാ, ഞാൻ നിന്നെ തേച്ചു. നിനക്ക് അങ്ങനെ കാണാനാണ് സൗകര്യമെങ്കിൽ അങ്ങനെ തന്നെ എടുത്തോ. നീ എൻ്റെ ഫോട്ടോ കൊണ്ടുപോയി നെറ്റിലോ എൻ്റെ ഫാമിലി ഗ്രൂപ്പിലോ എവിടെ വേണേലും ഇട്. ഇനി എൻ്റെ വീട്ടിൽ അറിയിക്കണമെന്നാണെങ്കിൽ നേരെ അങ്ങോട്ട് വിട്ടോ. അഡ്രസ്സൊക്കെ നിൻ്റെ കയ്യിലുണ്ടല്ലോ അല്ലേ? നീ ഇതൊക്കെ ചെയ്ത ശേഷം എനിക്കുണ്ടാകുന്ന പ്രശ്നമെല്ലാം ഞാൻ സഹിച്ചോളാം. പിന്നെ ഇതൊക്കെ ചെയ്ത ശേഷം സമാധാനം കിട്ടുമെന്നാണ് നീ കരുതുന്നത് എങ്കിൽ അത് നിൻ്റെ തെറ്റിദ്ധാരണ മാത്രമാവും. എനിക്ക് പിന്നെ നഷ്ടപ്പെടാൻ ഒന്നുമില്ല. എന്നോട് ചെയ്തതിനൊക്കെ നീ അനുഭവിക്കും. എന്നെ ശാരീരികമായി ഉപദ്രവിച്ചതിന്, എൻ്റെ പൂർണ്ണ സമ്മതമില്ലാതെ ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടതിന്, ഫോട്ടോ എടുത്തതിന് എല്ലാം. സത്യത്തിൽ നീ ഇതൊക്കെ ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. നിന്നെ പേടിച്ച് ജീവിക്കുന്നതിനേക്കാൾ നല്ലത് അന്തസ്സായി ഈ പ്രശ്നങ്ങളെ നേരിടുന്നത് തന്നെയാണ്. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അങ്ങ് ചെയ്തേക്കണം. അതിങ്ങനെ നോട്ടീസ് അടിച്ച് വിളിച്ചു പറയണമെന്നില്ല. ഇനി മേലാൽ എൻ്റെ ഫോണിലേക്ക് വിളിക്കരുത്. ദേവു ശ്വാസം വിടാതെ ഇത്രയും പറഞ്ഞ് ദേഷ്യത്തിൽ ഫോൺ കട്ടു ചെയ്തു. ദേവു, നീ തന്നെയാണോ ഇത്രയും പറഞ്ഞത്? അതിഥി അത്ഭുതത്തോടെയും സന്തോഷത്തോടെയും അവളെ കെട്ടിപ്പിടിച്ചു. എനിക്ക് എന്തോ നല്ല സമാധാനം തോന്നുന്നു ചേച്ചി. ഇത് നേരത്തെ ചെയ്താൽ തീരുന്ന കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. സാരമില്ല, എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടെന്നല്ലേ ദാസ. രണ്ടുപേരും പൊട്ടിച്ചിരിച്ചു. അവൻ വന്നു, ഞാൻ ഇറങ്ങുവാണ്. 9 മണിക്കാണ് ബസ്. സാക്ഷിയെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. നീ ഒന്ന് പറഞ്ഞേക്കൂട്ടോ. ഇറങ്ങാൻ നേരം അവൾ ദേവുവിനോട് വിളിച്ചു പറഞ്ഞു. എൻ്റെ ശരണേ, നിനക്കു മാത്രം എവിടുന്ന ഇത്രയും ഓർക്കിഡ് കിട്ടുന്നേ? മടിവാള ബസ് സ്റ്റോപ്പിലെത്തി ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു പോയി ഓർക്കിഡും വാങ്ങി വന്ന ശരണിനെ കണ്ട് ചിരിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. അതൊക്കെ നമ്മുടെ ആവശ്യം പോലെ ഇരിക്കും. നമുക്കത്ര വേണമെന്ന് ആഗ്രഹമുള്ള എന്തേലുമാണെങ്കിൽ അത് കണ്ടുപിടിക്കാൻ അത്ര പ്രയാസമൊന്നുമില്ല. അവൻ ഓർക്കിഡ് പൂക്കൾ അവൾക്കു നേരെ നീട്ടി. ഇതിൽ എല്ലാ കളറും ഉണ്ടല്ലോ. വെള്ളയും നീലയും പിങ്കും പർപ്പിളും ചേർന്ന ഓർക്കിഡ് ബൊക്ക അവൾ എപ്പോഴത്തെയും പോലെ വാങ്ങി നെഞ്ചോട് ചേർത്തു വച്ചു. ഓരോ കളറും ഓരോ സന്തോഷങ്ങളാണ്. ഇതുപോലെ ജീവിതത്തിൽ എൻ്റെ കുട്ടിക്ക് എല്ലാ സന്തോഷങ്ങളും ഉണ്ടാവണം. നീ അതെല്ലാം അർഹിക്കുന്നുണ്ട്. അവൻ അവളെ ചേർത്തു പിടിച്ചു. നീ ആദ്യമായല്ലേ നാട്ടിലേക്ക് ബസ്സിൽ പോകുന്നേ? അന്ന് പുലർച്ചെ മതിൽ ചാടി ഇവിടെ ചായ കുടിക്കാൻ വന്നപ്പോൾ നീ അങ്ങനെ പറഞ്ഞതായാണ് എൻ്റെ ഒരു ഓർമ്മ. അവൻ അതേ ചായക്കടയിൽ കയറി 2 ചായ പറഞ്ഞു. അതെ, ആദ്യമായിട്ടാണ്. നമ്മളിവിടെ വന്നിട്ട് 6 മാസത്തോളമായി എന്ന് വിശ്വസിക്കാൻ പറ്റുമോ? സമയം ഓടിപ്പോവാണ്. നീ നാളെ തന്നെ വരില്ലേടോ? ബസ് സ്റ്റാർട്ട് ചെയ്തിട്ടും അവളെ പോകാൻ വിടാതെ കയ്യിൽ മുറുക്കെ പിടിച്ചുകൊണ്ട് അവൻ ചോദിച്ചു. വരാതെ ഞാൻ എവിടെ പോകാനാ? അവിടെ പോയി ഒന്ന് തല കാണിച്ച് ഓടി വരാം. നീ പറയാറില്ലേ ഞാൻ നിനക്ക് വീട് പോലെയാണെന്ന്? അതങ്ങനെ തന്നെയാണ്. എന്തുണ്ടായാലും ഓടി ഇങ്ങോട്ട് വരണം. എനിക്ക് ഇപ്പോൾ നീ ഇല്ലാതെ ഒട്ടും പറ്റാതായിട്ടുണ്ട്. ഇത് പറയാൻ പറ്റിയ സമയവും സന്ദർഭവുമാണോ എന്നെനിക്കറിയില്ല. പക്ഷേ എനിക്കിപ്പോൾ തന്നെ പറയണമെന്ന് തോന്നുന്നു. അതിഥി, ലെറ്റ്സ് ഗെറ്റ് മാരീഡ്. ഒരുപാട് വൈകിക്കാതെ പെട്ടെന്ന് തന്നെ. ഞാൻ എൻ്റെ വീട്ടിൽ സംസാരിക്കാം. നാട്ടിൽ വരുമ്പോൾ നിൻ്റെ വീട്ടിൽ വരാൻ പറയാം. നിനക്ക് ഓക്കെയാണോ? അതിന് മറുപടി പറയാതെ സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ അവൾ അവനെ കെട്ടിപ്പിടിച്ചു. വേഗം വരാം, എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ സംസാരിക്കാം. ബസ്സിലേക്ക് കയറാൻ തുടങ്ങിയ അവളുടെ കൈ പിടിച്ചു വലിച്ച് ചേർത്തു നിർത്തി അവൻ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. ഒരു ദിവസം എന്ന് പറയുന്നത് എനിക്കിപ്പോൾ 1 വർഷം പോലെയാണ് അതിഥി. അവൾക്ക് കൈവീശി യാത്ര പറയുന്നതിനിടെ അവൻ വിളിച്ചു പറഞ്ഞു. നീ വേഗം കഴിക്ക്, എന്നിട്ട് നമുക്ക് അമ്മാവൻ്റെ അടുത്ത് പോയിട്ട് വരാം. വീട്ടിലെത്തി കുളിച്ച് അടുക്കളയിലേക്ക് ചെന്ന അവൾക്ക് ഭക്ഷണം എടുത്തു വെക്കുന്നതിനിടെ അമ്മ പറഞ്ഞു. അവൾ വേഗത്തിൽ എന്തോ കഴിച്ചെന്ന് വരുത്തി. അങ്ങോട്ട് വിളിക്കുന്നതുവരെ എൻ്റെ ഫോണിലേക്ക് വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യരുതെന്നും എന്താവശ്യമുണ്ടെങ്കിലും ലയെ വിളിച്ചാൽ മതിയെന്നും കണ്ണന് മെസ്സേജ് അയച്ചു. അവനുമായിട്ടുള്ള ചാറ്റും ഫോൺ കോളുകളുമെല്ലാം ഡിലീറ്റ് ചെയ്ത് മാമൻ്റെ വീട്ടിലേക്ക് നടന്നു. കരഞ്ഞു കലങ്ങി ക്ഷീണിച്ച മുഖത്തോടെ സോഫയിൽ ചടഞ്ഞിരുന്ന അമ്മായി അവളെ കണ്ടപാടെ വിങ്ങി പൊട്ടിക്കരയാൻ തുടങ്ങി. അമ്മായിയെ എന്തു പറഞ്ഞ് ആശ്വസിപ്പിക്കുമെന്നറിയാതെ നിസ്സഹായായി നിന്ന അവൾക്ക് രക്ഷകയെന്നോണം അമ്മ കാര്യമറിയാതെ അമ്മായിയുടെ അടുത്ത് പോയിരുന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു. എല്ലാം ചെയ്തു വെച്ചിട്ട് നിനക്കിപ്പോൾ സമാധാനമായില്ലേ? അവളെ കണ്ടപാടെ ദേഷ്യത്തിൽ അമ്മാവൻ പൊട്ടിത്തെറിച്ചു. അമ്മാവൻ എന്താ പറയുന്നത്? എനിക്കൊന്നും അറിയില്ല. അമ്മു, നീ എൻ്റെ മുന്നിൽ കിടന്ന് നാടകം കളിക്കരുത്. അന്ന് വൈകുന്നേരം അവൻ നിന്നെ വിളിച്ചു സംസാരിക്കുന്നത് അമ്മായി കേട്ടതാ. നിന്റെ ഒരാളുടെ ധൈര്യത്തിലാണ് അവൻ ഇവിടെ നിന്നിറങ്ങിപ്പോയത്. എൻ്റെ കുടുംബം നശിപ്പിച്ചത് നീയാണ്. അമ്മാവൻ അവൾക്കു നേരെ കൈ ചൂണ്ടി. നിങ്ങളുടെ മോൻ ഒളിച്ചോടിപ്പോയതിന് എന്തിനാ എൻ്റെ മോളുടെ തലയിൽ കയറുന്നത്?
അവൾക്കൊന്നും അറിയില്ല. ഞാൻ വിളിച്ചിട്ടാണ് അവൾ വന്നത്. അമ്മ കാര്യമറിയാതെ അവളെ ന്യായീകരിക്കാൻ ശ്രമിച്ചു. എൻ്റെ മോനെ ഇവിടുന്ന് ഇറക്കിക്കൊണ്ടുപോയത് ഇവളാ. ചോദിച്ചു നോക്കു വേണേൽ പുന്നാരമോളോട്. അമ്മു, അമ്മാവൻ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ? അമ്മ അവളുടെ കൈപിടിച്ച് വലിച്ചുകൊണ്ട് ചോദിച്ചു. അതെ, ഞാൻ തന്നെയാണ്. എന്നോട് പറഞ്ഞിട്ടാണ് അവൻ പോയത്. അവൻ ഇവിടെ നിന്നിരുന്നുവെങ്കിൽ നിങ്ങൾ അവനെ എന്തു ചെയ്യണമെന്ന് അവന് നന്നായി അറിയാമായിരുന്നു. നിങ്ങൾ അവൻ്റെ ഇഷ്ടങ്ങൾക്ക് സമ്മതമൂളുമായിരുന്നോ? ഇല്ലല്ലോ. അവന് നിങ്ങളെ പേടിയായിരുന്നു. അതുകൊണ്ടാണ് അവൻ പോയത്. അതിഥി ദേഷ്യത്തിൽ വിളിച്ചു പറഞ്ഞു. അവൻ്റെ വിവരക്കേടിനെ അവൻ ചെയ്ത ഒരു കാര്യം ഞങ്ങൾ അത് പറഞ്ഞു മനസ്സിലാക്കി നല്ല കൗൺസിലിംഗ് കൊടുത്ത് അത് മാറ്റിയെടുത്തേനെ. എൻ്റെ മോൻ ഞാൻ പറയുന്നത് കേട്ടേനെ, അമ്മായി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. കൗൺസിലിംഗ് കൊടുത്ത് നേരെയാക്കാൻ അവൻ എന്ത് പ്രശ്നമാണുള്ളത്? ഇതൊരു രോഗമായാണ് നിങ്ങൾ ഇപ്പോഴും കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവൻ ഇറങ്ങിപ്പോയത്. നിങ്ങളവനെ മനസ്സിലാക്കില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട്. അതിഥിക്ക് സങ്കടവും ദേഷ്യവും വന്നു. ദേ, നീ എൻ്റെ വീട്ടിൽ കയറി തോന്നിയാസം പറയരുത്. എൻ്റെ മോനെ നീ എവിടെ കൊണ്ടുപോയാലും പുറത്തൊരാൾ ഈ വിവരം അറിയുന്നതിന് മുൻപേ അവൻ ഇവിടെ എത്തിയിരിക്കണം. എൻ്റെ നല്ല സ്വഭാവം മാത്രമേ മോൾ കണ്ടിട്ടുള്ളൂ. അമ്മാവൻ ഒരു ഭീഷണിയെന്നോണം പറഞ്ഞു. എനിക്കിത് പറയാൻ മനസ്സില്ല. നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണിക്കേ. അവൾ ദേഷ്യത്തോടെ അവിടെ നിന്നിറങ്ങി വീട്ടിലേക്കോടി. അമ്മു, നീ കതക് തുറക്ക്. എന്തു പ്രശ്നമുണ്ടെങ്കിലും നമുക്ക് പരിഹാരമുണ്ടാക്കാം. അമ്മ അവളുടെ കതകിൽ തട്ടി. അവിടെ എന്താ ഉണ്ടായേ? കണ്ണൻ എന്തിനാ ഇറങ്ങിപ്പോയത്? നിനക്കെന്തെങ്കിലും അറിയുമെങ്കിൽ അമ്മയോട് പറ. അമ്മാവൻ പറയുന്നതൊന്നും നീ കാര്യമാക്കണ്ട. അമ്മ അവളുടെ അടുത്ത് വന്നിരുന്ന് ശബ്ദം മയപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. അത് അമ്മയ്ക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കത് പറയാൻ താല്പര്യവുമില്ല. അവന് പ്രശ്നമൊന്നുമില്ല. അവൻ സുഖമായിട്ടാണ് ഇരിക്കുന്നത്. മകനെക്കുറിച്ച് ഇത്ര ആവലാതിയുള്ള വീട്ടുകാരാണെങ്കിൽ അത്രയും അറിഞ്ഞാൽ പോരെ? അമ്മു, അവൻ ഏതെങ്കിലും പെൺകുട്ടിയുടെ കൂടെയാണോ ഇറങ്ങിപ്പോയത്? ആണെങ്കിൽ പറ, ഞാൻ അച്ഛനോട് പറയാം അമ്മാവനോട് സംസാരിക്കാൻ. നീ ഇതെല്ലാം എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമുണ്ടോ? ഇതൊക്കെ മുതിർന്ന ആൾക്കാർ സംസാരിച്ച് ശരിയാക്കേണ്ടതല്ലേ? എൻ്റെ അമ്മേ, അവൻ ഒരു പെൺകുട്ടിയെയും വിളിച്ചിറക്കിക്കൊണ്ടു പോയിട്ടില്ല. എനിക്ക് നിന്നെപ്പോലെ തന്നെയാണ് കണ്ണനും. അവൻ്റെ ഭാഗത്താണ് ന്യായമെങ്കിൽ ഞങ്ങളൊക്കെ അവൻ്റെ കൂടെ നിൽക്കും. നീ എന്നോട് പറ, കാര്യം എന്താണെന്ന്. അത്ര സ്നേഹത്തോടെ ക്ഷമയോടെ അമ്മ സംസാരിക്കുമെന്ന് അവൾ കരുതിയതല്ല. ഒരു പക്ഷേ അമ്മയ്ക്ക് അമ്മാവനോട് സംസാരിച്ച് കാര്യങ്ങൾ ബോധ്യപ്പെടുത്താൻ സാധിച്ചേക്കും. അവനൊരു പയ്യനെ ഇഷ്ടമാണ്. അവൻ്റെ കൂടെ പഠിച്ചതാ. കണ്ണന് അവൻ്റെ കൂടെ ജീവിക്കാനാ ഇഷ്ടം. അവൾ മടിച്ചു പറഞ്ഞു. പയ്യനോ? നീ എന്ത് ഭ്രാന്താ അമ്മു പറയുന്നത്? അതൊക്കെ നാട്ടിൽ നടക്കുന്ന കാര്യമാണോ? ദേഷ്യം കൊണ്ട് അമ്മയുടെ മുഖം ചുവന്നു. ഇതാ ഞാൻ പറഞ്ഞത്, അമ്മയ്ക്കത് മനസ്സിലാക്കാൻ പറ്റില്ലെന്ന്. അവൾക്ക് പറയേണ്ടിയിരുന്നില്ലെന്ന് തോന്നി. ആൺകുട്ടികൾക്ക് ഈ പ്രായത്തിൽ തോന്നുന്ന ചില വേണ്ടാത്ത ചിന്തകളാണ് ഇതൊക്കെ. ഒരു കല്യാണമെല്ലാം കഴിയുമ്പോൾ അതൊക്കെ താനെ മാറിക്കോളും. അല്ലാതെ ഇതിനൊക്കെ ഇറങ്ങിപ്പോകാൻ നിന്നാൽ ഈ ലോകത്ത് കുടുംബങ്ങൾ ഉണ്ടാവുമോ? ആണും പെണ്ണും കല്യാണം കഴിക്കുന്നത് മാത്രമാണോ കുടുംബം? നിങ്ങളൊക്കെ ഏത് നൂറ്റാണ്ടിലാണ് ജീവിക്കുന്നത്? അവൻ പണ്ടേ അങ്ങനെയാണ്. അമ്മയ്ക്കൊരു പുരുഷനോട് തോന്നുന്ന അതേ വികാരം അവന് മറ്റൊരു പുരുഷനോട് തോന്നുന്നു. അത്രയുള്ളൂ. എന്ത് അഹമ്മദിയാണ് അവളീ പറയുന്നത്? റൂമിന് പുറത്തുനിന്ന് ഇവരുടെ സംസാരം കേട്ടുകൊണ്ടിരുന്ന അച്ഛൻ ദേഷ്യത്തിൽ മുറിയിലേക്ക് കയറി വന്ന് അവളുടെ മുഖത്ത് ആഞ്ഞടിച്ചു. പ്രതീക്ഷിക്കാതെ കിട്ടിയ ആ അടിയിൽ അവളുടെ 2 കണ്ണും നിറഞ്ഞു. ഒന്നുകൂടെ കൊടുക്ക്. മകളെ കൊഞ്ചിച്ചു വഷളാക്കി വെക്കുമ്പോൾ ഓർക്കണമായിരുന്നു. ഇങ്ങനെ തോന്നിയിടത്തൊക്കെ പഠിക്കാനും ജോലിക്കുമൊക്കെ വിട്ടാൽ ഇതുപോലെ ഓരോ വൃത്തികേട് പഠിച്ചു വെക്കുമെന്ന്. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, ഡിഗ്രി കഴിഞ്ഞപ്പോൾ കല്യാണം കഴിച്ചു വിടാൻ. കയ്യിൽ പൈസയുള്ളതിൻ്റെ അഹങ്കാരത്തിലാണ് ഈ നാക്കു പൊന്തുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും അടുക്കളയിൽ ചോറും കറിയും വെച്ച് അടങ്ങി ഒതുങ്ങി ജീവിച്ചേനെ. അമ്മയ്ക്ക് എങ്ങനെയാണ് ഇങ്ങനെയൊക്കെ സംസാരിക്കാൻ തോന്നുന്നത്? നിങ്ങളിനി എന്തു പറഞ്ഞാലും സത്യം സത്യമല്ലാതെ ആകില്ല. കണ്ണൻ ഗേയാണ്. അവന് അങ്ങനെയേ ആവാൻ കഴിയൂ. അച്ഛനും അമ്മാവനുമൊക്കെ ഈ പുരോഗമനവും കമ്മ്യൂണിസവും ഒക്കെ പുറത്ത് ആൾക്കാരെ കാണിക്കാൻ മാത്രമുള്ളതാണോ? സ്വന്തം കുടുംബത്തിൽ അങ്ങനെയൊന്ന് സംഭവിക്കുമ്പോൾ എന്തുകൊണ്ടാണ് അംഗീകരിക്കാൻ കഴിയാത്തത്? അവൾ അച്ഛൻ്റെ കൈയിൻ്റെ പാടുവീണ് ചുവന്ന കവിൾ പൊത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു. ഇത്രയും കാണിച്ചു വെച്ചിട്ടും അവളുടെ അഹങ്കാരം കണ്ടില്ലേ? കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കാൻ ഉണ്ടായ അസുരവിത്താണിത്. അമ്മ അവളുടെ കയ്യിൽ വീണ്ടും ശക്തിയായി അടിച്ചു. നിങ്ങളുടെ കുടുംബമഹിമയൊന്നും എന്നെക്കൊണ്ട് പറയിപ്പിക്കരുത്. സ്വന്തം മോളെ ഒരുത്തൻ കയറിപ്പിടിച്ചെന്ന് പറഞ്ഞിട്ട് കൈകെട്ടി നിന്ന ആൾക്കാരാണ് നിങ്ങൾ. അവൾ പറഞ്ഞു മുഴുവനാക്കുന്നതിന് മുൻപേ അച്ഛൻ അവളുടെ തലപിടിച്ച് ഭിത്തിക്കടിച്ചു. ആ അടിയുടെ ആഘാതത്തിൽ അവൾക്ക് ചുറ്റും കറങ്ങുന്ന പോലെ തോന്നി. മതി നിന്റെ ജോലിയും പത്രാസുമെല്ലാം. കണ്ണനെ തിരിച്ചിവിടെ കൊണ്ടുവരാതെ നീ ഈ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങില്ല. പച്ചവെള്ളം പോലും ഇവൾക്ക് കൊടുത്തു പോകരുത്. എന്താണ് നടക്കുന്നതെന്നറിയാതെ മുറിക്കു പുറത്ത് പേടിച്ചു നിന്ന അപ്പുവിന് താക്കീത് നൽകി അവളുടെ ഫോണും എടുത്ത് അമ്മ മുറി പുറത്തുനിന്നും ലോക്ക് ചെയ്തു. കുറച്ചു കഴിഞ്ഞ് ബോധം വന്നപ്പോഴേക്കും താനിവിടെ പെട്ടെന്ന കാര്യം അതിഥിക്ക് മനസ്സിലായി. വാതിൽ തുറക്കാൻ അവൾ കരഞ്ഞപേക്ഷിച്ചിട്ടും ആരും കേട്ടില്ല. 2 ദിവസം അവൾക്ക് കഴിക്കാൻ പോലും ഒന്നും കൊടുത്തില്ല. കുറച്ചു ദിവസം കഴിയുമ്പോൾ ഈ ദേഷ്യം കെട്ടടങ്ങുമെന്ന് അവളും കരുതി.
ചേച്ചി എന്തിനാ ഈ അടിയൊക്കെ വാങ്ങി കഷ്ടപ്പെടുന്നത്? ഇവർക്കൊരിക്കലും ഇതൊന്നും മനസ്സിലാകില്ല. കണ്ണൻ ചേട്ടനെ വിളിച്ച് തിരിച്ചു വരാൻ പറ. അതിഥിക്ക് ജനലിനുള്ളിലൂടെ ആരും കാണാതെ വെള്ളം കൊടുക്കുന്നതിനിടെ അപ്പോ അപേക്ഷയെന്നോണം പറഞ്ഞു. ഇല്ലടാ, ഞാൻ അവനെ ചതിക്കില്ല. എന്നെ വിശ്വസിച്ചാണ് അവൻ ഇറങ്ങിപ്പോയത്. നീ എൻ്റെ ഫോൺ എങ്ങനെയെങ്കിലും എടുത്തു തരുമോ? അത് കിട്ടില്ല ചേച്ചി, അച്ഛൻ്റെ കയ്യിലാണ്. കണ്ണൻ ചേട്ടൻ വിളിക്കും എന്ന് പറഞ്ഞ് കൊണ്ടു നടക്കാണ്. പിന്നെ ചേച്ചിക്ക് വന്ന ബാക്കി കോളെല്ലാം അവർ കട്ട് ചെയ്ത് വിട്ടു. ലോക്ക് അറിയാത്തതുകൊണ്ട് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. വീട്ടിൽ അവളെ പൂട്ടിയിട്ടിട്ട് 4 ദിവസം കഴിഞ്ഞെങ്കിലും അവരുടെ തീരുമാനത്തിന് മാറ്റമൊന്നും ഉണ്ടായില്ല. ശരണിൻ്റെ നമ്പർ ഓർമ്മയില്ലാത്തതുകൊണ്ട് അപ്പുവിനെ കൊണ്ട് ഇൻസ്റ്റയിൽ മെസ്സേജ് അയപ്പിച്ചെങ്കിലും മറുപടി കിട്ടിയില്ല. അപ്പുവിനെ അവളോട് ഒരു ചായവുണ്ടെന്ന് മനസ്സിലായതിനാൽ അവനെ അച്ഛൻ മൂത്തമ്മയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിട്ടു. ഇടയ്ക്ക് അമ്മാവനും അമ്മായിയും കൂടെ വന്ന് ഭീഷണിയും ബഹളങ്ങളും ഒക്കെ ഉണ്ടാക്കിയെങ്കിലും ഒരാഴ്ചയോളം അവളതെല്ലാം സഹിച്ച് മിണ്ടാതിരുന്നു. ഇതുപോലെ മുറിയിൽ അടച്ചിട്ട് തല്ലിയാൽ കണ്ണൻ്റെ തീരുമാനവും മാറുമെന്ന് ഇവർ കരുതുന്നുണ്ടാകും. പുറത്തുനിന്ന് നോക്കി എല്ലാ വിഷയങ്ങളോടും പ്രതികരിക്കാനും അഭിപ്രായം പറയാനും എല്ലാവർക്കും നല്ല ഉഷാറാണ്. മനുഷ്യൻ്റെ ശരിയായ സ്വഭാവം അറിയണമെങ്കിൽ അങ്ങനെയൊന്ന് സ്വന്തം കുടുംബത്തിൽ സംഭവിക്കണം. അഭിമാനം നഷ്ടമാകുമോ എന്നു കരുതി അത്രയും കാലം സ്നേഹത്തോടെ നോക്കി വളർത്തിയ സ്വന്തം മക്കളെപ്പോലും കൊന്നുകളയാൻ പലർക്കും മടിയില്ല. അവൾക്ക് എല്ലാത്തിനോടും എല്ലാവരോടും വെറുപ്പ് തോന്നി. ശരൺ പറഞ്ഞ പോലെ ഓടി അവൻ്റെ അടുത്തെത്തി അവനെ ചേർത്ത് പിടിച്ച് ഒന്ന് പൊട്ടിക്കരയണമെന്ന് തോന്നി. കണ്ണനെ വിളിച്ച് തിരിച്ചു വരാൻ പറഞ്ഞാലോ എന്ന് ഒരുപാട് തവണ ആലോചിച്ചതാണ്. പക്ഷേ അവൻ്റെ സന്തോഷം ഇല്ലാതാക്കിയാൽ പിന്നീട് ജീവിതത്തിൽ തനിക്കൊരിക്കലും സമാധാനമുണ്ടാകില്ല എന്നവൾക്ക് ഉറപ്പായിരുന്നു. ഏകദേശം 1.5 ആഴ്ചയ്ക്ക് ശേഷം ഒരു ദിവസം ഉച്ചയ്ക്ക് അച്ഛൻ മുറിയിൽ കയറി വന്നു. ഇന്ന് വൈകുന്നേരം നിനക്ക് ബാംഗ്ലൂരിലേക്കുള്ള ബസ് ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലം എല്ലാം നിന്റെ ഇഷ്ടത്തിനാണ് നടന്നത്. ഇനി അത് പ്രതീക്ഷിക്കണ്ട. ഞങ്ങൾ നിനക്കൊരു കല്യാണം ആലോചിച്ചിട്ടുണ്ട്. അത് ശരിയാകുമ്പോൾ ജോലി രാജിവെച്ച് നാട്ടിലേക്ക് വന്നോണം. അവളുടെ ഫോണും ലാപ്ടോപ്പും ബാഗും കയ്യിൽ കൊടുത്ത് ഒരു താക്കീതെന്ന പോലെ അച്ഛൻ പറഞ്ഞു. അപ്പോൾ കണ്ണൻ? അവൾ കാര്യം മനസ്സിലാവാതെ സംശയത്തോട് ചോദിച്ചു. അവൻ്റെ കാര്യം നോക്കാൻ ഇവിടെ മുതിർന്ന ആൾക്കാരുണ്ട്. നീ അതിൽ ഇടപെടണ്ട. ചേച്ചിയുടെ ഒരു വിവരവും ഇല്ലാതെയായപ്പോൾ കണ്ണൻ ചേട്ടൻ ഇങ്ങോട്ട് വിളിച്ചു. ഇവിടെ നടന്ന കാര്യങ്ങളെല്ലാം അച്ഛൻ പറഞ്ഞു. ചേച്ചിയെ ഇനി ബാംഗ്ലൂരിലേക്ക് വിടില്ല, ജോലി രാജിവെപ്പിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ചേട്ടൻ ഒരുപാട് കരഞ്ഞു. പാവം കുറേ പറഞ്ഞു നോക്കി, പക്ഷേ ആരും സമ്മതിച്ചില്ല. ഒടുവിൽ ചേച്ചിയെ ബാംഗ്ലൂരിലേക്ക് വിട്ടാൽ തിരിച്ചു വരാമെന്ന് സമ്മതിച്ചു. അതിഥി പോകാൻ നേരം അപ്പു ആരും കേൾക്കാതെ സ്വകാര്യമായി വന്നു പറഞ്ഞു. സ്വന്തം മക്കളെ മാനസികമായി എങ്ങനെ ഇത്ര ചൂഷണം ചെയ്യാൻ ഇവർക്ക് കഴിയുന്നുവെന്ന് എത്ര ആലോചിച്ചിട്ടും അവൾക്ക് മനസ്സിലായില്ല. അല്ലെങ്കിലും നമ്മളെ ഏറ്റവും സ്നേഹിക്കുന്നവർക്കാണ് നമ്മളെ പറ്റിക്കാൻ, വേദനിപ്പിക്കാൻ എളുപ്പം. ഇനി എന്തൊക്കെ പറഞ്ഞാലും ഇവരുടെ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് നന്നായി അറിയാവുന്നതുകൊണ്ട് അവൾ മറച്ചൊന്നും പറയാതെ ബാംഗ്ലൂരിലേക്ക് ബസ് കയറി. ഫോൺ ഓണാക്കിയപ്പോൾ അതിൽ ആദിയുടെയും സാക്ഷിയുടെയും ദേവുവിൻ്റെയും ശരണിൻ്റെയും എല്ലാം കോളുണ്ടായിരുന്നു. ശരണിനെ ഒരുപാട് തിരിച്ചു വിളിച്ചെങ്കിലും റിങ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. എടോ, നിനക്ക് എന്താ പറ്റിയേ? ഫോൺ വിളിച്ചിട്ട് എന്താ എടുക്കാത്തത്? നീ ഓക്കെ അല്ലേ? അച്ഛൻ വിളിച്ച് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. കഷ്ടിച്ച് കുറച്ച് ദിവസം ലീവ് കിട്ടിയിട്ടുണ്ട്. ഞാനൊന്ന് അബുദാബി വരെ പോയിട്ട് വരാം. നീ എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചാൽ മതി. ഐ മിസ് യു. 8 ദിവസങ്ങൾക്ക് മുൻപേ ശരൺ അവസാനം അയച്ച മെസ്സേജ് അവൾ പല ആവർത്തി വായിച്ചു. ഒരുപക്ഷെ അവൻ ബാംഗ്ലൂരിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടാകില്ല. കഴിഞ്ഞ ആഴ്ച വീട്ടിലുണ്ടായ കാര്യങ്ങളെല്ലാം അവന് വോയിസ് മെസ്സേജ് അയച്ചു. ഫ്രീ ആകുമ്പോൾ വിളിക്കണമെന്നും ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടാണ് അവൾ കിടന്നത്. കണ്ണൻ പറഞ്ഞ് ലിയ കാര്യമെല്ലാം അറിഞ്ഞിരുന്നു. സാക്ഷിയോടും ആദിയോടുമെല്ലാം അവൾ വിളിച്ച് കാര്യം പറഞ്ഞു. ഓഫീസിലെ കാര്യങ്ങൾ ആദിയോട് മാനേജ് ചെയ്യാൻ പറഞ്ഞിരുന്നു. പിറ്റേന്ന് അവളെ പിക്ക് ചെയ്യാൻ ദേവുവും സാക്ഷിയും വന്നിരുന്നു. അതിഥിയെ കണ്ടപാടെ അവർ രണ്ടുപേരും അവളെ കെട്ടിപ്പിടിച്ചു കരഞ്ഞു. കരയാൻ പോലും കഴിയാത്ത വിധം അവളുടെ മനസ്സ് മരവിച്ചിരുന്നു. കണ്ണനെ വിളിക്കാനോ സംസാരിക്കാനോ ഉള്ള ധൈര്യം അവൾക്കുണ്ടായില്ല. അവൻ്റെ കോളുകൾക്കും മെസ്സേജുകൾക്കും ഒന്നും അവൾ മറുപടി കൊടുത്തില്ല. അവനോട് താൻ എന്തോ ചതി ചെയ്തുവെന്ന കുറ്റബോധമായിരുന്നു അവളുടെ മനസ്സു നിറയെ. താൻ സ്വന്തമെന്ന് കരുതി ചേർത്തു നിർത്തിയ അതേ വീട്ടുകാർ തന്നെ ഇത്രമേൽ മുറിവേൽപ്പിച്ചുവെന്ന കാര്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിയുന്നുണ്ടായില്ല. ഓഫീസിൽ ഗീതു ചേച്ചി ഒരുപാട് തവണ വന്ന് സംസാരിച്ചെങ്കിലും അവളുടെ അവസ്ഥയിൽ വലിയ മാറ്റമൊന്നും ഉണ്ടായില്ല. അവൾക്ക് അപ്പോൾ ഏറ്റവും ആവശ്യം ശരണിനെയായിരുന്നു. അവനൊന്ന് വന്ന് കെട്ടിപ്പിടിച്ചിരുന്നെങ്കിൽ ഒന്ന് പൊട്ടിക്കരയാമായിരുന്നു എന്നവൾക്ക് തോന്നി. അതിഥി, ഇതിൽ നിന്റെ തെറ്റൊന്നുമില്ല. നീ നിനക്ക് ചെയ്യാവുന്നതൊക്കെ ചെയ്തില്ലേ? അതോർത്ത് വിഷമിക്കണ്ട. അവൾക്ക് നേരെ ഒരു ചായ ഗ്ലാസ് നീട്ടി ആദി പറഞ്ഞു. ആദി, നിന്നെ ഓഫീസിൽ വിളിക്കുന്നുണ്ട്, നോട്ടീസ് പീരീഡിൻ്റെ കാര്യം പറയാൻ. ആദിയെ തിരഞ്ഞു വന്ന ശക്തി പറഞ്ഞു. നോട്ടീസ് പീരീഡോ? നീ റിസൈൻ ചെയ്തോ? അതിഥി ഞെട്ടലോടെ ആദിക്ക് നേരെ തിരിഞ്ഞു. കഴിഞ്ഞ ആഴ്ച. അത് പറയാൻ ഞാൻ നിന്നെ ഒരുപാട് വിളിച്ചു. പക്ഷെ ഫോൺ എടുക്കാൻ പറ്റിയ ഒരു സാഹചര്യത്തിലായിരുന്നില്ലല്ലോ നീ. ഇന്ന് വന്നപ്പോഴേക്കും
എനിക്കത് പറയാൻ പറ്റിയില്ല. ചേച്ചിക്കിപ്പോൾ കല്യാണം വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവൾക്ക് കുറച്ചുകൂടെ ശമ്പളമുള്ള മറ്റൊരു ജോലി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് എന്നോട് റിസൈൻ ചെയ്ത് സിനിമയിൽ നോക്കാൻ പറഞ്ഞു. അടുത്ത മാസം ഒരു പുതിയ പടത്തിൻ്റെ ഷൂട്ടുണ്ട്. അതിൽ അസിസ്റ്റ് ചെയ്യാൻ ഒരു ചാൻസ് കിട്ടിയിട്ടുണ്ട്. എല്ലാം കൂടെ ഒത്തുവന്നപ്പോൾ പിന്നെ ഞാൻ ഒരുപാട് ആലോചിച്ചില്ല. ഓഹോ, അപ്പോൾ എല്ലാവർക്കും അവരുടെ കാര്യങ്ങൾ അല്ലേ? എന്ത് സ്വാർത്ഥതയാണ് ആദ്യം നിനക്ക്. നീ എന്നെക്കുറിച്ച് ആലോചിച്ചോ? ഒരവസരം വന്നപ്പോൾ നീ എന്നെ ഒറ്റക്കാക്കി അല്ലേ? പൊക്കോ, എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ. എനിക്കിനി ഇങ്ങനെ ഒരു ഫ്രണ്ടില്ല. അവൻ പോകുകയാണെന്ന കാര്യം ഉൾക്കൊള്ളാൻ അവൾക്ക് കഴിഞ്ഞില്ല. എല്ലാ തരത്തിലും അവൾക്ക് ഒറ്റപ്പെട്ട പോലെ തോന്നി. സ്നേഹിച്ചവരെല്ലാം ഒരുമിച്ചു തന്നെ അകലേക്ക് തള്ളിമാറ്റുന്നു എന്ന വേദനയിൽ കരഞ്ഞുകൊണ്ട് അവൻ പറയുന്നതൊന്നും കേൾക്കാതെ അവൾ ബാഗെടുത്ത് ഓഫീസിൽ നിന്നിറങ്ങി. ഊബറിന് കാത്തു നിൽക്കാതെ മുന്നിൽ വന്ന ഓട്ടോയ്ക്കെല്ലാം കൈ കാണിച്ചു കൊണ്ടിരുന്നപ്പോഴാണ് എതിരെ വന്ന സാമിനെയും അഖിലിനെയും കണ്ടത്. ശരൺ എന്നാ തിരിച്ചു വരുന്നത്? ഞാൻ എത്ര മെസ്സേജ് അയച്ചു എന്നറിയോ? അവൻ ഒന്നും സീനാക്കുന്നില്ല. എനിക്കവൻ്റെ അവിടുത്തെ നമ്പർ അറിയില്ല. അവിടുത്തെ എന്തെങ്കിലും കോൺടാക്റ്റ് ഡീറ്റെയിൽസ് ഉണ്ടെങ്കിൽ എനിക്കൊന്ന് തരുമോ? എനിക്ക് അവനോടൊന്ന് സംസാരിക്കണം. അവൾ നിറഞ്ഞ കണ്ണുകൾ തുടച്ച് ക്ഷീണിച്ച സ്വരത്തിൽ പറഞ്ഞു. അതിഥി, നീ ഇത്രയും ദിവസം എവിടെയായിരുന്നു? എത്ര തവണ വിളിച്ചു? കാര്യങ്ങളൊന്നും നീ വിചാരിക്കുന്നത് പോലെയല്ല. നിങ്ങൾ എന്താ പറഞ്ഞു വരുന്നത്? ഒന്ന് തെളിച്ചു പറ. അതിഥിയുടെ ചോദ്യത്തിന് പെട്ടെന്ന് മറുപടി പറയാൻ കഴിയാതെ സാമും അഖിലും പരസ്പരം നോക്കി. അതിഥി, നീ പാനിക്കാവരുത്. സിറ്റുവേഷൻ എത്ര മോശമായാലും നീ അത് അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറാവണം. ദയവ് ചെയ്ത് നിങ്ങൾ കാര്യം പറയേ, അവൾ സാമിൻ്റെ ഷർട്ടിൽ പിടിച്ചു വലിച്ചുകൊണ്ട് ചോദിച്ചു. സാം വിഷമത്തോടെ ഫോണെടുത്ത് ഗാലറിയിൽ നിന്നും ഒരു ഫോട്ടോ അവൾക്ക് നേരെ പിടിച്ചു. 4 ദിവസം മുൻപേ ശരണിൻ്റെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞു. അവനിനി ഇങ്ങോട്ട് തിരിച്ചു വരുന്നില്ല. മോതിരമാർന്ന ശരണിൻ്റെയും പെൺകുട്ടിയുടെയും ഫോട്ടോ ഒറ്റ സെക്കൻഡ് മാത്രമേ നോക്കാൻ അതിഥിക്ക് കഴിഞ്ഞുള്ളൂ. തളർന്നു വീണുപോയ അവളെ സാമും അഖിലും കൂടെ താങ്ങി നിർത്തി. 22. അതിഥി, താൻ ഓക്കെയല്ലേ? ഹോസ്റ്റൽ റൂമിൽ ഈ സമയത്ത് ആരുമില്ലാത്തതിനാൽ അവളെ ആൻറ്റിയുടെ വീട്ടിൽ വിട്ട് ഇറങ്ങാൻ നേരം അഖിൽ ചോദിച്ചു. അതിനെ ഒന്ന് മൂളുക മാത്രം ചെയ്ത് തലവേദനയാണ്, കിടക്കണമെന്ന് ശാലുവിനോട് പറഞ്ഞ് അവൾ നേരെ മുറിയിൽ പോയി വാതിലടച്ചു. ചേച്ചി, അമ്മ ഇവിടെയില്ല. ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം കേട്ടോ. കാര്യമൊന്നും അറിയാതെ അവളെ വിശ്രമിക്കാൻ വിട്ട് ശാലു പുറത്തേക്ക് പോയി. കരയാൻ പോലും കഴിയാതെ അതിഥി കട്ടിലിൽ തരിച്ചിരുന്നു. ശരണിൻ്റെ മുഖം എത്ര ഓർത്തെടുക്കാൻ ശ്രമിച്ചിട്ടും അവ്യക്തമാകുന്നു. സ്നേഹം കൊണ്ട് പലപ്പോഴും മുറിവേറ്റിട്ടുണ്ടെങ്കിലും ഇത്രയും തീവ്രമായി തന്നെ ഉലച്ചു കളയാൻ അവയ്ക്കൊന്നും സാധിച്ചിട്ടില്ല എന്നവൾക്ക് തോന്നി. സ്വന്തമെന്ന് കരുതാൻ തനിക്കിനി ആരുമില്ലാത്ത പോലെ, ശരീരം മുഴുവൻ വിറക്കുന്ന പോലെ, വീണ്ടും തളർന്നു പോകുന്ന പോലെ. ഉറക്കെ കരയാൻ ശ്രമിച്ചിട്ടും ശബ്ദം പുറത്തു വന്നില്ല. വിറക്കുന്ന ചുണ്ടുകൾ അമർത്തിക്കടിച്ചപ്പോൾ പൊട്ടിച്ചോരയൊലിച്ചിട്ടും വേദനയറിയാതെ അവൾ ഒരു പേപ്പറിനും പെന്നിനും വേണ്ടി മുറി മുഴുവൻ പരതി. ആത്മഹത്യ ചെയ്യുന്നവരെല്ലാം വിഡ്ഢികളാണെന്നാണ് എല്ലാവരും പറയുന്നത്. ഇന്നലെ വരെ ഞാനും അത് വിശ്വസിച്ചിരുന്നു. പക്ഷേ അതങ്ങനെയല്ല. താൻ വഞ്ചിക്കപ്പെട്ടുവെന്ന തിരിച്ചറിവാണ് ഒരാളെ ആത്മഹത്യയിലേക്ക് നയിക്കുന്നത്. ആ തിരിച്ചറിവിലേക്കെത്താൻ തനിക്ക് ചുറ്റും സംഭവിക്കുന്നതിനെക്കുറിച്ച് കൃത്യമായ ബോധ്യം വേണം. അതൊരിക്കലും വിഡ്ഢിയായ ഒരാൾക്ക് സാധ്യമല്ല. ഇവിടെ നിങ്ങൾക്ക് ഇതെൻ്റെ നിസ്സഹായതയോ ഭീരുത്വമോ ആയി തോന്നിയേക്കാം. പക്ഷേ എനിക്കിപ്പോൾ ജീവിതത്തിൽ ഞാൻ തോറ്റുപോയെന്ന് അംഗീകരിക്കാനുള്ള ധൈര്യമുണ്ട്. ഈ തീരുമാനം എനിക്ക് എന്നിലുള്ള അവസാന പ്രതീക്ഷയാണ്. ജീവിതത്തിൽ ഒരിക്കലും അവനവനായി ജീവിക്കാൻ കഴിയാത്ത ഒരുവൾക്ക് മരണത്തിലെങ്കിലും അത് സാധിക്കേണ്ടിയിരിക്കുന്നു. സ്വയം നഷ്ടപ്പെട്ടെന്ന് കരുതുന്ന ഒരാൾക്ക് ജീവിക്കാൻ കഴിഞ്ഞില്ല. അത്രമാത്രം. അതിഥി, 28/11/2017. കയ്യിൽ കിട്ടിയ പേപ്പറിൽ ഇത്രയും എഴുതി വെച്ച് ഷെൽഫിൽ നിന്നും ആൻറ്റിയുടെ സ്ലീപ്പിംഗ് പിൽസ് ബോട്ടിൽ കൈവെള്ളയിലേക്ക് കമഴ്ത്തി വേഗത്തിൽ വായിലേക്കിട്ട് അതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത നിസ്സംഗതയോടെ അവൾ ബെഡിലേക്ക് വീണു. അമ്മു, എണീറ്റേ. ആരുടെയോ തണുത്ത ഉള്ളംകൈ കവിളിൽ തട്ടിയപ്പോൾ അതിഥി പ്രയാസപ്പെട്ട് കണ്ണു തുറന്നു. തന്നെ വിളിച്ചുണർത്താൻ ശ്രമിക്കുന്ന ലേയുടെ മുഖവും നേരെ മുകളിൽ നിന്ന് മുഖത്തേക്കടിക്കുന്ന ശക്തമായ വെളിച്ചവും ചുറ്റുമുള്ള മോണിറ്ററുകളും അവ്യക്തമായി കണ്ടു. അവൾ ബെഡിൽ നിന്നും ചാടി എണീൽക്കാൻ ശ്രമിച്ചു. ഞാൻ എവിടെയാ? കഷ്ടപ്പെട്ട് അത്രയും ചോദിച്ചപ്പോഴേക്കും വരണ്ട തൊണ്ട പൊട്ടി ചോരയൊലിക്കുന്നത് പോലെ തോന്നി. അവൾ കഴുത്തിലേക്ക് കൈവച്ചു. നീ ആൻറ്റിയുടെ വീട്ടിൽ നിന്ന് സെഡേറ്റീവ് പിൽസ് കഴിച്ച് ബോധം പോയി. ശാലുവും ആൻറ്റിയും കൂടെ ഇന്നലെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഇന്നലെ രാത്രി തന്നെ കഴിച്ച മെഡിസിൻ മുഴുവൻ അവർ പുറത്തെടുത്തിട്ടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഒരു ദിവസം കൂടെ ഒബ്സർവേഷനിൽ വെച്ചിട്ട് ഡിസ്ചാർജ് ചെയ്യും. ആൻറ്റി അപ്പോൾ തന്നെ എന്നെ വിളിച്ചു പറഞ്ഞു. അടുത്ത ഫ്ലൈറ്റ് എടുത്ത് ഇന്നലെ രാത്രി തന്നെ ഇങ്ങോട്ട് വന്നു. നീ കൂടുതലൊന്നും ആലോചിക്കേണ്ട. ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഒരുപാട് സമയം എന്നെ ഇവിടെ നിർത്തില്ല. ഞാൻ പുറത്തു നിൽക്കാം. നീ തൽക്കാലം കണ്ണടച്ചു കിടക്ക്. ലയ പറഞ്ഞത് മുഴുവനും അതിഥി കേട്ടില്ല. അപ്പോഴേക്കും തലക്ക് അടിയേറ്റതുപോലെയുള്ള വേദനയിൽ അവളുടെ കണ്ണുകൾ അടഞ്ഞു. എന്തായി ലയ? അവൾ ഓക്കെയല്ലേ? സംസാരിച്ചോ നീ? പുറത്തിറങ്ങിയ ലയയെ കാത്തുനിന്ന ആൻറ്റിയും ശാലുവും അവളുടെ അടുത്തേക്ക് ഓടി വന്നു.
അവൾക്കിപ്പോഴും ഒന്നും മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെന്നാണ് തോന്നുന്നത്. വൈകുന്നേരം നമുക്ക് ഒന്നുകൂടെ സംസാരിക്കാം. ആത്മഹത്യാശ്രമം ആയതുകൊണ്ട് പോലീസ് വന്ന് ഒന്നന്വേഷിക്കും. മെൽബിൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ട് ഇവിടെ. അവർ അത് കേസാവാതെ ഡീൽ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ വീട്ടിലേക്ക് പോക്കോ. അങ്കിൾ അറിഞ്ഞാൽ അവളുടെ വീട്ടിൽ വിളിച്ചു പറഞ്ഞ് പ്രശ്നമാവും. ഇവിടുത്തെ കാര്യം ഞാൻ നോക്കാം. നാളെ രാവിലെ ഡിസ്ചാർജ് ആവും. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഫ്ലാറ്റ് ഉണ്ട് ഇവിടെ. ഇപ്പോൾ ആരും താമസമില്ല. അവളൊന്ന് ഓക്കെ ആവുന്നവരെ എൻ്റെ കൂടെ അവിടെ നിൽക്കട്ടെ. ആൻറ്റി സാക്ഷിയോടും ആദിയോടുമെല്ലാം ഒന്ന് പറഞ്ഞാൽ മതി. അവൾ ഓക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് അവിടെ വന്ന് കാണാം. ആൻറ്റി അവളുടെ കുറച്ച് ഡ്രസ്സും സാധനങ്ങളും എല്ലാം ഒന്ന് എനിക്ക് ഇവിടേക്ക് കൊണ്ടുതന്നാൽ മതി. ഹോസ്പിറ്റലിൽ നിൽക്കാമെന്ന് ആൻറ്റിയും ശാലുവും ആദിയും ദേവുവും സാക്ഷിയും ഒക്കെ നിർബന്ധം പിടിച്ചെങ്കിലും അതിഥിക്ക് പെട്ടെന്ന് അവരെയെല്ലാം ഫേസ് ചെയ്യാൻ ബുദ്ധിമുട്ടാകുമെന്ന് ഉറപ്പുള്ളതിനാൽ ലയ എല്ലാവരെയും സമാധാനിപ്പിച്ച് പറഞ്ഞയച്ചു. സോറി ലയ, വേണമെന്ന് കരുതി ചെയ്തതല്ല. എനിക്കപ്പോൾ വേറെയൊന്നും മനസ്സിൽ വന്നില്ല. എനിക്ക് ആ വേദന മറക്കണമായിരുന്നു. വൈകുന്നേരം അതിഥിയെ കാണാൻ റൂമിലെത്തിയ ലയയെ അവൾ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അമ്മു, ഞാൻ നിന്നെ കുറ്റപ്പെടുത്തിയില്ല. എനിക്ക് മനസ്സിലാവും. പക്ഷെ നിനക്ക് എന്തെങ്കിലും പറ്റിയിരുന്നെങ്കിൽ പിന്നെ ഞാൻ എന്തു ചെയ്യും? എനിക്ക് പിന്നെ ആരാ ഉള്ളത്? ലയ നിറഞ്ഞ കണ്ണുകളോടെ അവളെ ചേർത്തു പിടിച്ചു. പിറ്റേന്ന് ഡിസ്ചാർജ് ചെയ്ത് ഫ്ലാറ്റിലെത്തിയ മുതൽ ലൈറ്റിടാതെ മുറിയടച്ച് കരഞ്ഞുകൊണ്ടിരുന്ന അതിഥി ഇടയ്ക്കൊക്കെ ഞെട്ടി ശരണിനെ അന്വേഷിച്ചു കൊണ്ടിരുന്നു. ലയ അടുത്തു ചെല്ലുമ്പോഴൊക്കെ ഒരു ബന്ധവുമില്ലാതെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരുന്ന അതിഥിയെ എന്തു പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്നറിയാതെ അവൾ നിശബ്ദമായി കൂട്ടിരുന്നു. ഒരാഴ്ചയോളം മുറിവിട്ട് പുറത്തിറങ്ങാതെ കരഞ്ഞുകൊണ്ടിരുന്ന അതിഥിക്ക് ഭക്ഷണവുമായി ലയ മുറിയിലെത്തി. അമ്മോ, നീ ഇങ്ങനെ കരഞ്ഞുകൊണ്ടോ ഭക്ഷണം കഴിക്കാതെ ഇരുന്നത് കൊണ്ടോ അവൻ തിരിച്ചു വരില്ല. എവിടെ നിർത്തിയോ അവിടെ നിന്ന് ഒന്നും സംഭവിക്കാത്തതുപോലെ ഒന്നും തുടങ്ങാൻ പറ്റില്ല. ഇനി നിന്റെ ജീവിതത്തിൽ അങ്ങനെ ഒരാളില്ല എന്ന കാര്യം അതെത്ര വേദനയുള്ളതായാലും ആ സത്യത്തെ നീ അംഗീകരിച്ചേ തീരൂ. ലയ, എനിക്കറിയാം അവനിനി ഒരിക്കലും എൻ്റേതാകില്ലെന്ന്. ഒരിക്കലും തമ്മിൽ പറഞ്ഞില്ലെങ്കിൽ പോലും ഒരു ജീവിതം മുഴുവൻ ഞാൻ അവൻ്റെ കൂടെ സ്വപ്നം കണ്ടിട്ടുണ്ട്. എങ്ങനെയാണ് എനിക്ക് പെട്ടെന്ന് അതെല്ലാം മറക്കാൻ സാധിക്കുന്നത്? ഒറ്റ രാത്രി കൊണ്ട് അവൻ എന്നെ സ്നേഹിച്ച പോലെ, ചേർത്തു പിടിച്ച പോലെ മറ്റൊരാളെ ചേർത്ത് പിടിക്കുന്നുവെന്ന് എങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കേണ്ടത്? അതോർക്കും തോറും നെഞ്ചിൽ കൊളുത്തി വലിക്കുന്ന ഒരു വേദനയുണ്ട്. അതെങ്ങനെയാണ് നിനക്ക് പറഞ്ഞു തരേണ്ടത് എന്നെനിക്കറിയില്ല. എത്ര ശ്രമിച്ചിട്ടും നിയന്ത്രിക്കാനാവാതെ കണ്ണുനീർ അവളുടെ കവിളും കഴുത്തും ഒരുപോലെ നനച്ചുകൊണ്ടിരുന്നു. അമ്മോ, എനിക്കറിയാം പെട്ടെന്നൊരു ദിവസം ഇതൊന്നും മാറില്ലെന്ന്. നമ്മളെല്ലാം മനുഷ്യരാണ്. സ്വിച്ചിട്ട പോലെ വികാരങ്ങളെ മായ്ക്കാനൊന്നും പറ്റില്ല. നീ എത്ര സമയം വേണമെങ്കിലും എടുത്തോ. പക്ഷെ ചില അവസ്ഥകളുണ്ട്. എത്ര രാത്രി കരഞ്ഞിട്ടാണെങ്കിലും വേദനിച്ചിട്ടാണെങ്കിലും ചില ഓർമ്മകളെ മായ്ച്ചു കളയാതെ നമുക്ക് മുന്നോട്ട് നടക്കാൻ കഴിയില്ല. മനുഷ്യന് മറവി എന്നൊരു കാര്യം കൊടുത്തിരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? മുന്നോട്ട് ജീവിക്കാൻ. നീ ഒന്ന് ആലോചിച്ചു നോക്ക്. മക്കളെ നഷ്ടമായിട്ട് ജീവിക്കുന്ന അച്ഛനും അമ്മയും ഇല്ലേ? ഭാര്യയെ, ഭർത്താവിനെ, അനുജനെ ഒക്കെ മരണത്തിന് വിട്ടുകൊടുത്ത് നിസ്സഹായരായ ആളുകളില്ലേ? അവരൊക്കെയും ജീവിക്കുന്നില്ലേ? എനിക്കൊരു തിരക്കുമില്ല. നീ ഓക്കെ ആവുന്നതുവരെ ഞാൻ ഇവിടെ കാണും. എനിക്കെൻ്റെ പഴയ അതിഥിയെ തിരിച്ചു വേണം. എനിക്ക് വേണ്ടിയെങ്കിലും നീ കുറച്ചെന്തെങ്കിലും കഴിക്ക്. മെഡിസിൻസ് എടുക്കേണ്ടതല്ലേ? അല്ലെങ്കിൽ ഞാൻ നിന്നെ നിർബന്ധിക്കില്ലായിരുന്നു. ലയ ഭക്ഷണം അടച്ചുവെച്ച് കതകുചാരി പുറത്തിറങ്ങി. പിന്നെയും 2 ദിവസത്തിന് ശേഷമാണ് അതിഥി മുറിവിട്ട് പുറത്തിറങ്ങിയത്. ലയ അവൾക്കൊരു ചായ ഇട്ടുകൊടുത്തു. 2 പേരും ബാൽക്കണിയിൽ വന്നിരുന്നു. അമ്മു, അവൻ നിന്നെ വേണ്ടെന്ന് വച്ചതുകൊണ്ട് മാത്രമല്ല നീ ഇത് ചെയ്തത് എന്നെനിക്കറിയാം. വീട്ടുകാർ ഒരിക്കലും നിന്നോട് ചെയ്യാൻ പാടില്ലാത്തതാണ് അവർ പറഞ്ഞതും ചെയ്തതും. അതൊക്കെ പോട്ടെയെന്ന് വയ്ക്കാൻ എളുപ്പമല്ല. പക്ഷെ ഇതിൽ കൂടുതലായി നീ അവരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കരുത്. അവരിനി മാറാനോ തിരുത്താനോ ഒന്നും പോണില്ല. പക്ഷെ നീ കരുതി വച്ചതുപോലെ കണ്ണൻ അവൻ്റെ ജീവിതം കളഞ്ഞിട്ടൊന്നുമില്ല. നിഹാലിന് പുറത്തൊരു ജോലി ശരിയായിട്ടുണ്ട്. ഈ മാസം അവസാനം അവൻ പോകും. അത് കഴിഞ്ഞ് കണ്ണനും പതുക്കെ അങ്ങോട്ട് പോകാനുള്ള പ്ലാനിലാണ്. അതുവരെ വീട്ടിൽ പോയി നിന്ന് അവർ പറയുന്നത് പോലെ കേട്ട് മനസ്സ് മാറിയതുപോലെ അഭിനയിക്കും. ഇനി അവൻ ഇറങ്ങിപ്പോകുമ്പോൾ കാരണം തിരക്കാനോ കേസ് കൊടുക്കാനോ ഒന്നും നിൽക്കില്ലല്ലോ. ഇതൊക്കെ സംഭവിച്ചത് എന്തായാലും നന്നായി. അല്ലെങ്കിൽ ഒരിക്കലും അവനിതൊന്നും വീട്ടിൽ പറയാൻ കഴിയില്ലായിരുന്നു. അവൻ നിന്നോട് സംസാരിക്കണം എന്ന് പറഞ്ഞ് ഒരുപാട് വിളിച്ചു. ഇപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റില്ല. നീ കൊണ്ട തല്ലും ചീത്തയുമൊന്നും വെറുതെ ആയിട്ടില്ല. കണ്ണന് നീ ഒരു പുതിയ ലൈഫ് കൊടുത്ത പോലെ നിനക്ക് നീ ഒരു ചാൻസ് കൂടെ കൊടുക്കണം. മനസ്സിലായോ? ലയ അതിഥിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. ലയ, ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. എനിക്കിനി ഇവിടെ നിൽക്കണ്ട. ഒരു ചേഞ്ച് വേണം. വിഷമമില്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ എവിടെ നിന്നാണോ മുറിപ്പെട്ടത് അതേയിടത്ത് നിന്ന് തന്നെ അത് ഉണക്കാൻ ശ്രമിക്കുന്നതിൽ കാര്യമില്ല. കൊൽക്കത്തയിൽ നിന്ന് എനിക്കൊരു ജോബ് ഓഫർ കിട്ടിയിരുന്നു. അന്നത്തെ അവസ്ഥ വെച്ച് ഞാനത് വേണ്ടെന്ന് വെച്ചു. പക്ഷേ ഇപ്പോൾ എനിക്ക് ഏറ്റവും നല്ലത് അതാണെന്ന് തോന്നുന്നു.
പിന്നെ നീ പറഞ്ഞത് ശരിയാണ്. വീട്ടുകാരനെ സ്നേഹിക്കണം, മനസ്സിലാക്കണം എന്ന വാശി ഇപ്പോൾ എനിക്കില്ല. അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാനും എനിക്കു വയ്യ. എല്ലാവരെയും സന്തോഷപ്പെടുത്തി സ്വയം നഷ്ടപ്പെടുത്തി ജീവിക്കുന്നതിൽ ഒരർത്ഥവുമില്ലെന്ന് എനിക്കറിയാം. എന്നെ മനസ്സിലാക്കാൻ അവർക്ക് കഴിയുന്നില്ലെങ്കിൽ ആ സ്നേഹം എനിക്കിനി വേണ്ട. ഇനി എൻ്റെ ജീവിതത്തിൽ എന്ത് സംഭവിക്കണമെന്ന് ഞാൻ തന്നെ തീരുമാനിക്കും. അവൾ ആറി തുടങ്ങിയ ചായ ഒരു കവൾ കുടിച്ചു. നിനക്ക് എന്താണോ സമാധാനവും സന്തോഷവും തരുന്നത് അത് ചെയ്താൽ മതി. പക്ഷേ ഒറ്റ കാര്യം പറയാതെ വയ്യ അമ്മു. എന്താ? ജീവിതത്തിൽ ഒരു കാര്യം പോലും മെനയായി ചെയ്യാൻ നിനക്കറിയില്ല. ആത്മഹത്യ ചെയ്യുമ്പോഴെങ്കിലും ഒന്ന് വൃത്തിയിൽ ചെയ്തൂടെ? ജീവിതത്തിൽ ഒരിക്കലൊക്കെ ചെയ്യുന്ന കാര്യമല്ലേ? അതിഥി കാര്യം മനസ്സിലാവാതെ ലേയെ നോക്കി. നീ കഴിച്ച മെഡിസിൻസ് കഴിച്ചാലൊന്നും ആരും ചത്തുപോകില്ല അമ്മു. ചിലപ്പോൾ ശരീരം തളർന്നു പോകും, നരകിച്ച് ജീവിക്കേണ്ടി വരെ. അയ്യേ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ലേ അവളെ നോക്കി പൊട്ടിച്ചിരിച്ചു. ഓഹോ, അപ്പോൾ ഞാൻ ചാവാത്തതിലാണ് നിനക്ക് വിഷമം അല്ലേ? അതിഥി ഒരു ബിസ്ക്കറ്റ് എടുത്ത് ലയക്ക് നേരെ എറിഞ്ഞു. ഒരുപാട് നാളുകൾക്ക് ശേഷം അതിഥി മനസ്സ് തുറന്ന് ചിരിച്ചു. അമ്മു, ഇത് ആരൊക്കെയാണ് വന്നതെന്ന് നോക്കിയേ. വൈകിട്ട് റൂമിൽ ബുക്ക് വായിച്ചു കൊണ്ടിരുന്ന അതിഥി ബുക്ക് മടക്കി വെച്ച് പുറത്തേക്ക് വന്നു. ഹാളിൽ ഒരുപാട് ചോക്ലേറ്റും പൂക്കളും ഒക്കെയായി. ആദിയും ശക്തിയും ഗീത ചേച്ചിയും സാക്ഷിയും ദേവുവും അശ്വിനിയും ആൻറ്റിയും ശാലുവും ഒക്കെ നിൽക്കുന്നുണ്ടായിരുന്നു. അവരെയെല്ലാം ഒരുമിച്ച് കണ്ടതും എന്തു പറയണമെന്നറിയാതെ മരവിച്ചു നിന്ന അതിഥിയുടെ കൈപിടിച്ച് ദേവു ഹാളിലേക്ക് കൊണ്ടുവന്നു. നിനക്ക് ജോലി കിട്ടിയില്ലേ? അതിൻ്റെ പാർട്ടിയാണെന്നിവിടെ. ലയ എല്ലാവർക്കും കുടിക്കാൻ ജ്യൂസ് കൊടുക്കുന്നതിനിടെ പറഞ്ഞു. അന്ന് രാത്രി മുഴുവൻ എല്ലാവരും കൂടെ കളിച്ചും ചിരിച്ചും ഭക്ഷണം കഴിച്ചും എല്ലാം ആഘോഷിച്ചു. ആരും തന്നോട് കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുകയോ സഹതപിക്കുകയോ ചെയ്യാത്തത് അതിഥിയെ അത്ഭുതപ്പെടുത്തി. ആ ഒരു രാത്രി തനിക്ക് ചുറ്റും ഒന്നും സംഭവിച്ചിട്ടില്ലാത്തതുപോലെ, തനിക്കൊന്നും നഷ്ടമാവാത്ത പോലെ അവൾക്ക് തോന്നി. അമ്മോ, മറ്റന്നാൾ രാവിലെയാണ് കൊൽക്കത്തയ്ക്കുള്ള ട്രെയിൻ. നിന്നെ കൊണ്ടാക്കാൻ ഇവരെല്ലാം വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിന്നെല്ലാം പാക്ക് ചെയ്ത് നാളെ ഓഫീസിൽ പോയി ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് ഹാപ്പിയായിട്ട് ഇറങ്ങണം. ഓക്കെ? തിരിച്ച് ഡൽഹിക്കുള്ള ഫ്ലൈറ്റ് പിടിക്കാൻ എയർപോർട്ടിലേക്ക് പോകുന്ന വഴി അതിഥിയെ ഹോസ്റ്റലിൽ വിട്ട് അവളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ലയ പറഞ്ഞു. കണ്ണിൽ നിന്ന് അകലുന്നത് വരെ കാറിൽ നിന്നും ലയ അവൾക്ക് കൈവീശി. ലയ ചേച്ചിയെപ്പോലെ ഒരു ഫ്രണ്ടിനെ കിട്ടിയതിൽ ചേച്ചി എത്ര ലക്കിയാണെന്നറിയോ? റൂമിലേക്കുള്ള പടികൾ കയറുന്നതിനിടെ ദേവു പറഞ്ഞു. എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നുമ്പോഴും മുന്നോട്ട് നടക്കാൻ നമുക്കെല്ലാം എന്തെങ്കിലും ദൈവം ബാക്കി വെക്കും. എനിക്കത് അവളാണ്, എൻ്റെ ലൈഫ് ലൈൻ. അത് പറയുമ്പോൾ അതിഥിയുടെ കണ്ണ് നിറയുന്നുണ്ടായിരുന്നു. എൻ്റെ സാക്ഷി, നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കല്ലേ? അതിഥി നാളെ പോകുവാണെന്ന കാര്യം ഉൾക്കൊള്ളാൻ കഴിയാതെ കരഞ്ഞും പിണങ്ങിയും ഇരുന്ന സാക്ഷിയെ അവൾ കെട്ടിപ്പിടിച്ചു. ഞാൻ നിന്നെ കുറേ മിസ് ചെയ്യും. സാക്ഷി സങ്കടം സഹിക്കാൻ വയ്യാതെ അതിഥിയെ കെട്ടിപ്പിടിച്ചു. അത് കണ്ടു നിന്ന ദേവുവും അവരെ രണ്ടുപേരെയും കെട്ടിപ്പിടിച്ചു. എനിക്ക് വിഷമം ഇല്ല എന്നാണോ കരുതുന്നത്? നമ്മുടെ മുറിയും നിന്റെ ചീത്തയും വഴക്കുകളും ദേവുവിൻ്റെ പരാതികളും രാത്രി നടത്തങ്ങളും വർത്തമാനങ്ങളും എല്ലാം ഞാൻ മിസ് ചെയ്യും. പക്ഷെ അതുപോലെ ഇവിടെ നിൽക്കുന്ന ഓരോ നിമിഷവും അതിൻ്റെ ഇരട്ടി വേദന ഞാൻ അനുഭവിക്കേണ്ടി വരും. നിങ്ങളിങ്ങനെ കരഞ്ഞെന്നെ യാത്രയാക്കരുത് പ്ലീസ്. ഇല്ല ചേച്ചി, ഞാനിനി കരയില്ല. എന്തു വന്നാലും കരയില്ല. എല്ലാത്തിനെയും ബോൾഡായി നേരിടാൻ എന്നെ പഠിപ്പിച്ചത് ചേച്ചിയാണ്. അതുകൊണ്ട് ചേച്ചിയെ ഞാൻ ഹാപ്പിയായിട്ട് പറഞ്ഞുവിടും. ദേവു കണ്ണു തുടച്ചു. എനിക്ക് നിന്നോടൊരു കാര്യം കൂടെ പറയാനുണ്ട്. സാക്ഷി അതിഥിയുടെ കൈ പിടിച്ചു. എന്താ? അമ്മയാണ് സത്യം. 11 മണിക്ക് വരാന്തയിലെ ലൈറ്റ് ഓഫ് ചെയ്യണമെന്ന് വാർഡനോട് പറഞ്ഞത് ഞാനല്ല. സോറി, അത് ഞങ്ങൾ വിശ്വസിക്കില്ല. അല്ലേ ദേവു? ദേവുവും അതിഥിയും ഒരുപോലെ ചിരിച്ചു. ശരി, വിശ്വസിക്കേണ്ട. എന്നത്തെയും പോലെ പിണങ്ങി മുഖം വീർപ്പിച്ച് സാക്ഷി മുറിയിൽ നിന്നിറങ്ങിപ്പോയി. അവളെ വിളിക്കാൻ പിറകെ ഓടി ദേവുവിനെയും സാക്ഷിയെയും നോക്കി. അതുവരെ അടക്കി വെച്ച വിഷമമെല്ലാം പിടിച്ചു വെക്കാനാവാതെ അതിഥി നിറഞ്ഞ കണ്ണുകൾ പൊത്തിപ്പിടിച്ച് കരഞ്ഞു. 23. പിറ്റേന്ന് രാവിലെ ഓഫീസിൽ പോകുന്നതിന് മുൻപേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ അവൾ ആൻറ്റിയുടെ വീട്ടിൽ കയറി. അവളെ കണ്ടതും ബാൽക്കണിയിൽ ചെടി നനച്ചുകൊണ്ടിരുന്ന ശാലു ഓടി വന്ന് കെട്ടിപ്പിടിച്ചു. ഇത്രയും കാലം ബാൽക്കണിയിൽ പോയി ചെടി നനച്ചിട്ടും നീ ഇതുവരെ അപ്പുറത്തെ ഫ്ലാറ്റിലെ പയ്യനെ സെറ്റ് ചെയ്തില്ലേ? അയ്യോ ചേച്ചി, ഒന്ന് പതുക്കെ. അവൾ അതിഥിയുടെ വായ പൊത്തിപ്പിടിച്ചു. നാളെ പോവാണല്ലേ? ഈ വീട്ടിൽ ഇങ്ങനെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ആൻറ്റീന്ന് വിളിച്ച് നീ ഇടയ്ക്ക് കയറി വരുമ്പോൾ എനിക്കെന്തോ സ്വർഗം കിട്ടിയ സന്തോഷമായിരുന്നു. നീ എപ്പോഴാണ് ആൻറ്റിയുടെ ഫുഡ് കഴിക്കാൻ മോള് വരുന്നേ? ഭക്ഷണം വിളമ്പുന്നതിനിടെ ആൻറ്റി സങ്കടം ഉള്ളിലൊതുക്കി ചോദിച്ചു. അയ്യേ, നിങ്ങളെല്ലാം എന്താ ഇങ്ങനെ? ഞാൻ ഇവിടേക്ക് തന്നെ തിരിച്ചു വരും. കുറച്ചു കാലം ഒന്ന് മാറി നിൽക്കുന്നു, അത്രയുള്ളൂ. അല്ലെങ്കിലും ഞാൻ ഇനി വരുമ്പോഴേക്കും ആൻറ്റി ഇവിടുന്ന് രക്ഷപ്പെടില്ലേ? അവൾ ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി. ഞാൻ നാട്ടിൽ വരാം ഇനി നിങ്ങളെ കാണാൻ. അവൾ ധൃതിയിൽ ഭക്ഷണം കഴിച്ച് ആൻറ്റി അടുത്ത കരച്ചിൽ സീൻ ഉണ്ടാക്കുന്നതിന് മുൻപേ അവിടെ നിന്നിറങ്ങി. ഓഫീസിലെത്തി HR റൂമിൽ നിന്നും ഫോർമാലിറ്റീസ് എല്ലാം തീർത്ത് പുറത്തിറങ്ങിയപ്പോഴേക്കും ആദി അവളെ കാത്ത് പുറത്തു നിൽക്കുന്നുണ്ടായിരുന്നു.
അതിഥി സോറി, നിന്നോട് ചോദിക്കാതെ ഞാൻ റിസൈൻ ചെയ്യാൻ പാടില്ലായിരുന്നു. നിനക്കാരുമില്ല എന്ന് ഫീൽ ചെയ്യിപ്പിക്കാൻ പാടില്ലായിരുന്നു. ആദി ക്ഷമ ചോദിച്ചുകൊണ്ട് അവളുടെ കയ്യിൽ പിടിച്ചു. അയ്യോ ആദി, ഞാനാണ് സോറി പറയേണ്ടത്. നിന്റെ ഒരുപാട് നാളത്തെ സ്വപ്നമാണ് നടക്കാൻ പോകുന്നത്. അതിനുവേണ്ടി നീ എത്ര ആഗ്രഹിച്ചിട്ടുണ്ടെന്ന് മറ്റാരേക്കാളും അറിയുന്നത് എനിക്കാണ്. നിന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു സന്തോഷം ആഘോഷിക്കുന്നതിന് പകരം ഞാൻ നിന്നെ കുറ്റപ്പെടുത്തി. സോറിഡാ, എൻ്റെ അവസ്ഥ അത്ര മോശമായിരുന്നു. സത്യത്തിൽ നീ ഈ ജോലി കളയുന്നതിൽ, നിന്റെ സ്വപ്നങ്ങൾക്ക് പിറകെ പോകുന്നതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ഒരാൾ ഞാനാണ്. നീ ഭാവിയിൽ വലിയ നടനൊക്കെ ആവുമ്പോൾ എനിക്ക് അഭിമാനത്തോടെ പറയാലോ, അവൻ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്നെന്ന് അവൾ അവൻ്റെ നെഞ്ചിൽ പതിയെ ഇടിച്ചുകൊണ്ട് പറഞ്ഞു. ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എന്നല്ല അതിഥി, ആണെന്ന് പറയണം. ലൈഫിൽ ഞാൻ ഒരിക്കലും നഷ്ടപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരാളാണ് നീ. നിറഞ്ഞ കണ്ണുകളോടെ അവൻ അവളെ മുറുക്കെ കെട്ടിപ്പിടിച്ചു. എന്തായാലും നമ്മൾ ഒരുമിച്ചിറങ്ങുന്നത് നന്നായി, അല്ലെങ്കിൽ നീ ഇവിടെ എന്നെ മിസ് ചെയ്ത് വിഷമിച്ച് മരിച്ചേനെ. ഡെസ്കിലേക്ക് നടക്കുന്നതിനിടെ അതിഥി അവൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് പറഞ്ഞു. അതിന് ചാൻസ് ഒന്നുമില്ല. കേരളത്തിൽ നിന്നൊരു പുതിയ പെങ്കൊച്ച് ജോയിൻ ചെയ്തിട്ടുണ്ട് ലാസ്റ്റ് വീക്ക്. ഞാൻ അവളുടെ കൂടെ അടിച്ചു പൊളിച്ചേനെ. അയ്യടാ, അങ്ങനെ നീ പൊളിക്കണ്ട. നമ്മൾ രണ്ടുപേരും പെട്ടിയും കിടക്കയും എടുത്ത് ഒരുമിച്ചിറങ്ങുന്നു. അവൾ അവൻ്റെ തലയ്ക്കൊരു കൊട്ടുകൊടുത്തു. ഗീതു ചേച്ചിയും ശക്തിയും അവളുടെ ഡെസ്കിലുള്ള സാധനങ്ങളെല്ലാം പെറുക്കി പെട്ടിയിലാക്കി പാക്ക് ചെയ്ത് വെച്ചിരുന്നു. ഉച്ചയ്ക്ക് മുൻപേ ഇറങ്ങാൻ പോയ അവളെ അവരെല്ലാം കൂടെ വൈകുന്നേരം വരെ അവിടെ പിടിച്ചിരുത്തി. അതിഥിക്കൊരു വിസിറ്റർ ഉണ്ട്. ഗീതു ചേച്ചിയുമായി സംസാരിച്ചു കൊണ്ടിരുന്ന അവളെ സെക്യൂരിറ്റി വന്ന് വിളിച്ചു. വിസിറ്റിംഗ് റൂമിൻ്റെ വാതിൽ തുറന്നപ്പോൾ അവിടെ തല കുനിച്ച് വിരൽ ഞൊടിച്ചുകൊണ്ടിരുന്ന ചരണിനെ കണ്ട് ഒരു നിമിഷം അവൾ മരവിച്ചു നിന്നു. അതിഥി, എനിക്കൊന്ന് സംസാരിക്കണം പ്ലീസ്. അവളെ കണ്ടതും അവൻ ഓടി അടുത്തേക്ക് വന്നു. അതിഥി പേടിച്ചിട്ടെന്ന പോലെ പെട്ടെന്ന് പിറകോട്ടു മാറി. കണ്ണിൽ സാമിൻ്റെ കൈകളിലേക്ക് തലചുറ്റി വീണ ആ നിമിഷവും ആശുപത്രി കിടക്കയും മിന്നിമാഞ്ഞു. നെറ്റിയിൽ പൊടിഞ്ഞ വിയർപ്പ് തുടച്ച് ഒരു ദീർഘനിശ്വാസമെടുത്ത് അവൾ തിരിഞ്ഞു നടന്നു. അതിഥി പ്ലീസ്, ഒരു 5 മിനിറ്റ്, എന്നിട്ട് ഞാൻ പൊക്കോളാം. അവൻ അവളുടെ പിറകെ ചെന്നു. 1 മിനിറ്റ്, ഞാൻ ബാഗ് എടുത്തിട്ട് വരാം, പുറത്തിറങ്ങി സംസാരിക്കാം. ഇവിടെ ഒരു സീൻ ഉണ്ടാക്കേണ്ട. അവൾ ഡെസ്കിൽ പോയി ബാഗെടുത്ത് അവൻ്റെ ഒപ്പം പുറത്തേക്ക് നടന്നു. ഓഫീസിന് മുൻപിലെ ചായക്കടയിൽ കയറി 2 ചായ പറഞ്ഞു. അവൾ അവൻ എതിർവശത്തായി കസേര നീക്കിയിട്ട് ഇരുന്നു. എണ്ണ തൊടാതെ ചീകി വെക്കാത്ത അവൻ്റെ മുടി എന്നത്തെയും പോലെ നെറ്റിയിലേക്ക് വീണു കിടക്കുന്നു. കണ്ണിന് താഴെ വന്ന കരിവാളിപ്പ് മുഖത്തെ ഭംഗി മുഴുവൻ കവർന്നു കൊണ്ടുപോയെന്ന് അവൾക്ക് തോന്നി. എത്ര ശ്രമിച്ചിട്ടും നിയന്ത്രിക്കാനാവാത്ത കണ്ണുനീർ തുടച്ച് വളരെ പ്രയാസപ്പെട്ട് ഒരു കുറ്റവാളിയെപ്പോലെ അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. എടോ, ഒരിക്കലും നിന്നെ ചതിക്കണമെന്നോ പറ്റിക്കണമെന്നോ എനിക്കുണ്ടായില്ല. എൻ്റെ അവസ്ഥ അതായിപ്പോയി. വീട്ടിലെ ശരൺ പ്ലീസ്, എനിക്കത് കേൾക്കണ്ട. നിനക്കെന്നെ വേണ്ടെന്ന് വെക്കാൻ അത്രയും വലിയൊരു കാരണമുണ്ടാവും എന്ന് വിശ്വസിക്കാനാണ് എനിക്കിഷ്ടം. ഇനി സത്യം കേട്ട് കഴിയുമ്പോൾ അതങ്ങനെയല്ലെങ്കിൽ ഞാൻ നിന്നെ വെറുത്തു പോകും. അപ്പോൾ ഇപ്പോൾ നിനക്കെന്നോട് വെറുപ്പില്ലേ? ഒരാളെ വെറുത്തുകൊണ്ട് അയാളെ മറക്കാൻ പറ്റില്ല. നീ അർഹിക്കുന്നില്ലെങ്കിൽ പോലും മനസ്സുകൊണ്ട് ഞാൻ നിനക്ക് മാപ്പു നൽകിയിട്ടുണ്ട്. എനിക്ക് വേണ്ടി എനിക്ക് മുന്നോട്ട് നടന്നേ തീരൂ. അല്ലെങ്കിലും നിന്നെ കുറ്റം പറഞ്ഞതുകൊണ്ട് കാര്യമില്ല. ഞാൻ ഒരിക്കലും എൻ്റെ പ്രശ്നങ്ങളെ നേരെ നിന്ന് ഫേസ് ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പണ്ടു മുതലേ എൻ്റെ എല്ലാ വിഷമങ്ങളിൽ നിന്നും എന്നെ രക്ഷപ്പെടുത്താൻ ഒരാൾ വരും എന്നു കരുതി ഒരാളെ പ്രതീക്ഷിച്ചിരുന്നു. ലോകത്തെവിടെയുമില്ലാത്ത ഒരാൾക്ക് വേണ്ടി കത്തുകൾ എഴുതി. എന്നെ മനസ്സിലാക്കാൻ, സ്നേഹിക്കാൻ, എൻ്റെ വിഷമങ്ങൾ നേരിടാൻ, എനിക്ക് വേണ്ടി നിലകൊള്ളാൻ ഞാൻ എപ്പോഴെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ഇത്ര നിസ്സാരമായി നിനക്കെൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ കഴിയില്ലായിരുന്നു. നീ എന്നെ പൂർണ്ണമാക്കുന്ന എന്തോ ആണെന്ന് ഞാൻ തെറ്റിദ്ധരിച്ചു. എൻ്റെ എല്ലാ സന്തോഷങ്ങളും നിൻ്റെ ഉള്ളിലാണെന്ന് വിശ്വസിച്ചു. ഈ പുസ്തകങ്ങളിലും സിനിമയിലുമൊക്കെ കാണുന്ന പോലെ ജീവിതത്തിൽ നമ്മളെ രക്ഷിക്കാൻ ഒരു രാജകുമാരനും നായകനും വരില്ലെന്ന് എനിക്കിപ്പോൾ നന്നായിട്ടറിയാം. അതിഥി, എനിക്ക് നിന്നെ ഇപ്പോഴും ഇഷ്ടമാണ്. നിന്നെ സ്നേഹിച്ച പോലെ ഞാൻ ഒരാളെയും സ്നേഹിച്ചിട്ടില്ല. അവൻ അവളുടെ കയ്യിൽ പതുക്കെ പിടിച്ചു. എനിക്കും ഇഷ്ടാടോ, പക്ഷെ ആ ഇഷ്ടത്തോടെ തന്നെ നിന്നെ വേണ്ടെന്ന് വെക്കാൻ എനിക്കിപ്പോൾ കഴിയും. ഇപ്പോൾ നീ കൈപിടിച്ച് കൂടെക്കുട്ടിയെ നിന്നെ മാത്രം സ്നേഹിച്ച് വിശ്വസിച്ചു നിൽക്കുന്ന ആ പെൺകുട്ടിയെ നല്ലോണം നോക്കണം എന്നൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. എന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതു തന്നെ നീയാണ്. അല്ലെങ്കിലും സ്നേഹിക്കാൻ എളുപ്പമാണ്, സ്നേഹിക്കപ്പെടാനാണ് പാട്. നമ്മളിങ്ങനെ ഒരുപാട് സംസാരിച്ച് ഉള്ള ബന്ധം നശിപ്പിക്കണ്ട. ഞാൻ നാളെ പോവാണ്. ഇനി ഒരിക്കലും കണ്ടുമുട്ടാൻ ആഗ്രഹിക്കാത്ത ഒരുപാട് ഇഷ്ടമുള്ള 2 പരിചിതരായി നമുക്ക് പിരിയാം. അവൾ കസേര നീക്കി എണീറ്റു. അതിഥി പ്ലീസ്, ഇങ്ങനെ പറഞ്ഞു പോകരുത്. അവൻ കരഞ്ഞുകൊണ്ട് അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ചു. ശരൺ, നീ എനിക്ക് നല്ലൊരു ഓർമ്മയാണ്. എന്നെങ്കിലും തേടി വരുമെന്ന് കരുതി ജനിച്ചിട്ടില്ലാത്ത ഒരാൾക്ക് വേണ്ടി പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു പെൺകുട്ടിക്ക് മുൻപിലേക്ക് പെട്ടെന്നൊരു ദിവസം സന്തോഷത്തിൻ്റെ, സ്നേഹത്തിൻ്റെ ഓർക്കിഡ് പൂക്കളുമായി കടന്നു വന്ന് അവൾ ആഗ്രഹിച്ചതിലും അധികം സ്നേഹവും കരുതലും നൽകി കടന്നുപോയവനാണ് നീ.
നീ പാടിത്തരാറുള്ള എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആ പാട്ട് എവിടെ വെച്ചെങ്കിലും കേൾക്കുമ്പോൾ, നട്ടപ്പാതിരാക്ക് ഒരു കട്ടൻ കുടിക്കാൻ പോകുമ്പോൾ, ഒരുപാട് ഇഷ്ടത്തോടെ ആരെങ്കിലുമൊക്കെ എനിക്ക് ഭക്ഷണമുണ്ടാക്കി തരുമ്പോൾ, എവിടെയെങ്കിലും ഓർക്കിഡ് പൂക്കൾ കാണുമ്പോൾ ഞാൻ നിന്നെ ഓർക്കും. ചിരിക്കും. എവിടെയാണെങ്കിലും സന്തോഷമായിട്ടിരിക്കൂ. അവൾ അവൻ്റെ കൈവിടിവിച്ച് നിറഞ്ഞ കണ്ണു തുടച്ച് മുന്നോട്ട് നടന്നു. ആ വൈകുന്നേരത്തെ ആകാശത്തിന് മഞ്ഞ ഓർക്കിഡിൻ്റെ നിറവും തണുപ്പിന് അവൻ്റെ ചേർത്തുപിടിക്കലുകളുടെ ഇളം ചൂടുമുണ്ടെന്ന് അവൾക്ക് തോന്നി. ബാഗെല്ലാം സീറ്റിനടിയിൽ വെച്ച് അവസാന യാത്ര പറച്ചിലിനായി അവൾ ഒന്നുകൂടെ വാതിലിനടുത്തേക്ക് വന്നു. സ്വന്തമാകുന്നിടത്തു മാത്രമല്ല പ്രണയമെന്ന് സാക്ഷിക്കും സിദ്ധിനുമല്ലാതെ മറ്റാർക്കാണ് ഇതിലും മനോഹരമായി തെളിയിക്കാൻ പറ്റുന്നത്? പ്രണയത്തിൻ്റെ സമവാക്യം തിരുത്തിയെഴുതി ദേവു മുന്നോട്ട് നടക്കുമ്പോൾ ജീവിതത്തിൽ ഇനി എന്തു വന്നാലും അതിനെ നേരിടാൻ അവൾ ഒരുക്കമാണ്. സ്വപ്നം കണ്ട ജീവിതത്തിലേക്ക് നടന്നു കയറാൻ ആദിക്ക് ഇനിയും ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുമെന്ന് ഉറപ്പാണെങ്കിലും അവനത് നേടുമെന്നതിൽ സംശയമില്ല. എല്ലാം അവസാനിപ്പിച്ച് ഒറ്റയ്ക്ക് ജീവിതത്തെ നേരിടേണ്ടി വരുമ്പോൾ ആൻറ്റിയെ കാത്തിരിക്കുന്നത് 1000 പ്രശ്നങ്ങളാകും. പക്ഷെ അതിനൊക്കെ അപ്പുറം സമാധാനവും സന്തോഷവുമുള്ള ഒരു ജീവിതം അവർക്ക് കിട്ടുമെന്ന് ഉറപ്പാണ്. എത്ര ശ്രമിച്ചിട്ടും അവസാന യാത്ര പറച്ചിലിൽ കരയാതിരിക്കാൻ അതിഥിക്ക് കഴിഞ്ഞില്ല. ട്രെയിൻ പതുക്കെ നീങ്ങിത്തുടങ്ങിയപ്പോൾ എല്ലാവരും ഒരുമിച്ച് കൈവീശി അവളോട് യാത്ര പറഞ്ഞു. നിറഞ്ഞ കണ്ണുകളോടെ അവർ കണ്ണിൽ നിന്ന് മായുന്നവരെ അതിഥി അവരെ നോക്കി നിന്നു. അവർക്ക് പിറകിൽ അല്പം മാറി ഒരു കൂട്ടം ഓർക്കിഡ് പൂക്കളുമായി അവനും കൈവീശുന്ന പോലെ അവൾക്ക് തോന്നി. ആ കാഴ്ച മായാതിരിക്കാൻ അവൾ കണ്ണുകൾ മുറുക്കിയടച്ചു. കൊൽക്കത്തയിലെത്താൻ 2 മണിക്കൂർ കൂടി ശേഷിക്കെ അവൾ ബാഗിൽ നിന്നും ഡയറി എടുത്തു. ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും എഴുതി തുടങ്ങി. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ചുറ്റുമുള്ള ഒന്നിലും ഒരു പ്രതീക്ഷയുമില്ലാതെ എന്നെ മാത്രം വിശ്വസിച്ചുകൊണ്ടുള്ള ഒരു പുതിയ യാത്രയിലാണ് ഞാനിപ്പോൾ. പുതിയ നഗരത്തിൽ എന്നെ കാത്തിരിക്കുന്നതെന്തായാലും അതിനെ നേരിടാൻ ഞാനിപ്പോൾ ഒരുക്കമാണ്. വായിച്ചു തീർത്ത പുസ്തകങ്ങൾ പോലെയോ കണ്ടു തീർത്ത സിനിമകൾ പോലെയോ മനോഹരമാവില്ല ജീവിതം എന്നെനിക്ക് നന്നായി അറിയാം. പക്ഷേ അതുതന്നെയാണ് ജീവിതത്തെ ഇത്ര മനോഹരമാക്കുന്നത്. അടുത്ത നിമിഷം എന്തു സംഭവിക്കുമെന്ന് നമുക്കാർക്കും അറിയില്ല. മുന്നോട്ട് ജീവിക്കാൻ വലിയ സ്വപ്നങ്ങളെക്കാളും പ്ലാനുകളെക്കാളും ഒക്കെ നമുക്ക് വേണ്ടത് എന്തു വന്നാലും എനിക്ക് ഞാനുണ്ട് എന്ന വിശ്വാസമാണ്. വീണു പോകുമെന്ന് തോന്നുമ്പോൾ 2 കൈകൊണ്ടും സ്വയം ചേർത്ത് പിടിക്കാൻ കഴിയുമെന്ന ഉറപ്പാണ്. ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത്, സമയം പങ്കിടുന്നത് എൻ്റെ കൂടെയാവുമ്പോൾ. എന്നെ അത്രമേൽ മനസ്സിലാക്കാൻ മറ്റൊരാൾക്ക് എങ്ങനെയാണ് കഴിയുന്നത്? സ്വയം നൽകുന്ന സ്നേഹം കൊണ്ട് ഞാൻ ആദ്യം പൂർണ്ണമാകേണ്ടതുണ്ട്. ആ പൂർണ്ണതയിൽ മാത്രമേ ചുറ്റുമുള്ള എല്ലാത്തിനെയും അതേ സ്നേഹത്തോടെ ചേർത്ത് പിടിക്കാൻ കഴിയുകയുള്ളൂ. ഇപ്പോൾ ലോകത്ത് മറ്റാരെക്കാളും ഞാൻ എന്നെ സ്നേഹിക്കുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്. ഏറ്റവും പ്രിയപ്പെട്ട എന്നോട്. ഒരുപാട് സ്നേഹത്തോടെ അതിഥി. നോവൽ അവസാനിച്ചു.